സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതാ വയ്ക്കാനുള്ളതല്ലോ ഇരിക്കുക. എന്നാലും തന്നെ തള്ളക്ക് ഭയങ്കര ദേശമായി ഈ കാരണം തള്ളനെ ചിത്താരും തന്ത ചെക്കന്മാർക്ക് വേണ്ടാത്തൊക്കെ പഠിപ്പിച്ചിട്ട് തന്തനെയും തള്ളനെയും മനസ്സിലാക്കാൻ നക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേണല്ലോ. അപ്പൊ അതാ പ്രശ്നമായി. എന്താടാ ഈ കണ്ണും മുക്കൊന്നുമില്ലാതെ എന്താ ഉണ്ടായി? ഈ സലാം പറയും ആപ്പാടാടാ സലാം പറയല്? ആരുടെ തന്നെ പഠിപ്പിച്ചത്? ഞാൻ ഗൾഫിലൊക്കെ പോയി ക്ലാസ്സിനെ കൂടി എന്താടാ എന്ത് ക്ലാസ്സും ഞാനാടാ കൂടിയത്? ഇവിടെ പള്ളിക്കല്ലേ മൂല്യർ, ഈ മൂല്യരത്തിലൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ആകെ പ്രശ്നമായി. നീ അപ്പം എന്ത് ചെയ്ത് പിന്നെ ഒരു സമയത്ത് ഉമ്മാടെ സലാം പറയില്ല. അപ്പൊ വാപ്പ ഇവിടായി എന്താടാ തെണ്ടി ഈ എവിടുന്നാണ് വരുന്നത്? എവിടുന്ന് പഠിച്ചോ ചെയ്യും കള്ള മേലെ അടിച്ച് ഞാൻ കണ്ടുപിടിക്കും. ഇതൊക്കെ ചിന്തിക്കാനുള്ള അവസരങ്ങൾ ധാരാളം വിവരമില്ലാത്ത മനുഷ്യന്മാർക്ക് സംഭവിക്കാം. ഇത് എന്തിനു വെച്ചു, എന്തിനാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ ഇവർക്കൊക്കെ തന്നെ പറയേണ്ടത്. വാപ്പ മക്കളോടും പറയണം, മക്കള് വാപ്പനോട് പറയണം. അതങ്ങോട്ട് ശീലിച്ചാലോ? ഇപ്പൊ അറബി രാജ്യത്തൊക്കെ വന്ന് നോക്കുമ്പോൾ നമുക്കത് ശീലമായി. മക്കൾ വാപ്പനോട് പറയാ. അത് മനസ്സിന്റെ തവാളുവെ, അതായത് വിനയം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പിണങ്ങുകയില്ല. ഫൗക സലാസത്തി അയ്യാമിൻ, 3 ദിവസത്തിനേക്കാൾ കൂടുതൽ അകാരണമായി പിണങ്ങി നിൽക്കുകയില്ല. എന്നിട്ട് ഫയൽതഖിയാനി, 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ പരസ്പരമായി അവർ കാണും. എന്നിട്ട് ഇപ്പൊ രണ്ടുപേരും തിരിഞ്ഞു വഴി മാറി വെച്ച് പോയി. നമ്മൾ തെറ്റല്ലേ എന്നുള്ളവർക്ക്. അതേ സമയത്ത് ഒരാൾ ചിന്തിച്ചെന്ത് ചെയ്തു? ഞാൻ തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഞാൻ അവന്റെ മുമ്പിൽ പോയി സലാം പറയട്ടെ. നല്ലവൻ ആരാണ്? ആദ്യം പോയി അസ്സലാമു അലൈക്കും പറഞ്ഞവരാണ്. നമ്മളോ ഓനോട് ഞാൻ സലാം പറയില്ല, ഞാൻ അങ്ങോട്ട് സംസാരിക്കേ. അതിന്റെ വാപ്പ പഠിപ്പിച്ചിട്ടില്ല. ഈ ഞങ്ങളുടെ തറവാട്ടിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ആരെങ്കിലും സംസാര വിഷയത്തിൽ തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി കാല് പിടിക്കുന്ന പരിപാടിയില്ല. ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ. അപ്പൊ നിങ്ങൾ ഹജ്ജിനൊക്കെ പോകല്ലേ കാക്ക, നിങ്ങൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ പൊടിച്ചിലൊക്കെ നിന്നാലും ഹജ്ജിന് പോയിക്കോട്ടെ. ഹജ്ജിന് കൂടി എന്താണുള്ളത്? അതിനകത്ത് പൈസ ഉണ്ടല്ലോ. ഓന്റെ വിശ്വാസം നിൽക്ക് വേണ്ട. ഓനോട് ഞാൻ സുൽഹായിട്ട് ലോകിയായിട്ട് ഓനോട് മാപ്പ് പറഞ്ഞിട്ട് ദ്വാരക്കാകുമ്പോൾ ഞാൻ ഹജ്ജിന് പോയി. അങ്ങനത്തെ ഒരു ഹജ്ജൊന്നും പറിച്ചുകൊണ്ട് എനിക്കിപ്പോ വേണ്ട. എനിക്ക് കഴിഞ്ഞുകൂടാനൊക്കെ സൗകര്യങ്ങളുണ്ട്. എത്രയോ പാവപ്പെട്ട മനുഷ്യന്മാർ ഗൾഫിൽ ഇവിടെ ഒക്കെ സംഭവിക്കുന്നുണ്ട്. പല ആളുകളും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട്. നമ്മൾ അവനോട് പറയണോ? എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അവനോട് പോയിട്ട് പറയാന്. മനസ്സിന് വിഷമമുണ്ട്. ആ വിഷമക്കടെ തീരാൻ തന്നെയല്ലേ ഈ പോണത്. എല്ലാം അങ്ങോട്ട് തീരണം. മരിച്ചാൽ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കണ്ട എന്ന് പറയുന്ന എത്രയോ പാപങ്ങളുണ്ട്. മരിച്ചാൽ പിന്നെ ഇവന്റെ മയ്യത്ത് ആര് കാണണം, ആര് കാണാതിരിക്കണം എന്നുള്ളത് പിന്നെ അതിനെപ്പറ്റി ഇവന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പോലും ഒന്ന് കാണിച്ചു കൊടുക്കരുത്. അന്റെ മയ്യത്ത് കണ്ടിട്ടെങ്കിലും ഓന്റെ മനസ്സൊന്ന് നന്നാകട്ടെ സഹോദര, അങ്ങനെയല്ലേ ഈ വിചാരിക്കേണ്ടത്. ആ സാധുവായ മനുഷ്യൻ നിന്റെ മയ്യത്ത് കാണുമ്പോൾ വിചാരിക്കുന്ന പഠിച്ചവന് എന്റെ എതിരാളിയും പോരാളിയുമായ സഹോദരൻ മരിച്ചുപോയി, നാളെ ഞാനും ഇതുപോലെ ആവേണ്ടവനാണ് എന്ന് ചിന്തിച്ചിട്ട് അവനൊന്ന് നന്നായാൽ നിന്റെ മരണാനന്തരമാകുന്ന ആ സമയത്ത് ഒരു നന്മ നിന്നിലേക്ക് എത്തുകയാണ്. അതേ സമയത്ത് നീ കുടുങ്ങിയായ മനസ്സുകൊണ്ട് പറഞ്ഞേൽപ്പിച്ചത് മക്കളോട്, പൊന്നാര മക്കളെ, പാപ്പാക്ക് അവസാനവും ആദ്യമായി നിങ്ങളോട് വസിയത്ത് പറയാനുള്ളത് ആ പഹന് ഒരുപക്ഷെ എന്റെ മോനായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസിയാം, നിങ്ങൾ എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത്. മക്കളാണെങ്കിൽ വലിയൊരു ആനത്തലായിട്ട് അതിനെ കൊണ്ടുപോയി പത്താത്തിൽ വെച്ചു. ഇയാൾ മരിച്ചു വെക്കുമ്പോ ചിലർ പറഞ്ഞ് നമുക്ക് അവിടേക്ക് വരെ അറിയിക്കണ്ടേ? വാപ്പ പറഞ്ഞിങ്ങനെ അറിയിക്കരുതെന്ന്. പൊന്നു മക്കളെ, അങ്ങനെ ഇസ്ലാമിയത്തില്ലട്ടോ, അങ്ങനെ ഒരു ശരിയാത്തില്ല. വാപ്പ പറഞ്ഞതായ വസിയത്ത് പാലിക്കേണ്ടത് ശരയ്യായ വസിയത്തുകളാണ് നിങ്ങൾ പാലിക്കേണ്ടത്. ഈ ഇരിക്കുന്ന മക്കള്, ഞാനടക്കമുള്ളതായ മക്കളുണ്ടാവും, തന്താറുണ്ടാവും, എല്ലാം തള്ളാറുണ്ട്, ബേക്കിലിരിക്കണ് പെൺകുട്ടികളുമുണ്ട്. എല്ലാവരും ചിന്തിക്കണം. ശരീഅത്തുൽ ഇസ്ലാം നിയമിച്ചതായ വസിയത്തുകളാണ് പാലിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിനെതിരായ ഒരു വസിയത്തുകളും പാലിക്കപ്പെടേണ്ടതില്ല. വാപ്പ മരിക്കുമ്പോൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പള്ളിയിലേക്ക് ഒരു 10 റുപ്യ അല്ലെങ്കിൽ 10,000 റുപ്യ സംഭാവന കൊടുക്കണം എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തു. അതിന് കഴിവും വെളിവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ട് ഒന്നും കൊടുക്കണ്ട എന്ന് പറയലല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സലാം പറയുക എന്നുള്ളൊരു കാര്യം മുസ്ലിമീങ്ങളായിരിക്കുന്ന ആളുകൾ പരസ്പരമായി സ്നേഹബന്ധമുണ്ടാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അഫ്ശു സലാം. നിങ്ങൾ എന്ത് ചെയ്യണം? സലാമിനെ നിങ്ങൾ പരത്തണം. എന്നാൽ നിങ്ങളെല്ലാവരും തദ്ഖുലൂ ജന്നത്ത റബ്ബിക്കും ബിസലാം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ റബ്ബിന്റെ വീട്ടിലേക്ക് സലാമോടുകൂടെ നിങ്ങൾക്ക് കടക്കാം. അത്ര വലിയതായിരിക്കുന്ന മുസ്ലിമീങ്ങളിൽ പരസ്പരമായ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്താൻ, അത് പെണ്ണുങ്ങളോട് സലാം പറയില്ലേ, അവനവന്റെ സ്വന്തം ബന്ധത്തിൽപ്പെട്ട കാടൽ ഹലാലാകുന്ന, തൊടൽ ഹലാലാകുന്ന അവരുമായുള്ള സലാമുകളോ അത് എപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്യാം. അന്യ സ്ത്രീകളുമായി സലാം പറയുമ്പോൾ അതിന്റെ പിന്നില്
ഇപ്പൊ ഹറാമായിരിക്കുന്ന ഹൽവത്തുകൾ ഒറ്റപ്പെടുക എന്നുള്ളതോ ഹറാമായ രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും വരികയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സലാം പറയാം. ഒരു സമൂഹമായ കുറെ പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സലാം പറയാം. ഒറ്റക്ക് ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്തിലൂടെ ഒരു പെണ്ണിങ്ങനെ റോട്ടിലൂടെയോ മറ്റോ നടന്നു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും, അപ്പൊ അവളും പറഞ്ഞു അലൈക്കും സലാം, തിരിച്ചു കളിച്ചിട്ട് വന്നു. എന്നാൽ അതിന്റെ അവസ്ഥ എന്താണെന്നാണ് പിന്നെ ചിന്തിക്കേണ്ടത്. ആ ഒരു സലാം തുടങ്ങിയത് കാരണമായി അവളുടെ ഒരു മിനുസമായ മയമായ ഒരു സലാം ഇങ്ങോട്ടും കിട്ടിയാലോ? വാസ്തവത്തിൽ അവൾ അങ്ങനെയല്ല സലാം അടക്കേണ്ട രൂപങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അത് പിന്നെ നമുക്ക് പറയാം. അവളൊരു അന്യ ആളുകളോട് പെരുമാറേണ്ട രൂപം അതല്ല. അങ്ങനെ വന്ന് അതിന്റെ പിന്നെ വല്ല കലാമുകളോ അല്ലെങ്കിൽ വേറെ വല്ല ദോഷമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിലോ സലാം പറയൽ ഹറാമാകുന്നു. അതിന് ഫോണിൽ കൂടെ ആയിരുന്നാലും ഹറാമാകുന്നു. നേരിട്ടെന്ന് മാത്രമല്ല, ഫോണിൽ കൂടെ ആയിരുന്നാലും ഹറാമാ. അതിന്റെ പിന്നിൽ നാശദോഷങ്ങളോ ഇപ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തോ സംഭവിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥമെങ്കിൽ സലാം പറയൽ ജായിസാണ്, സുന്നത്തില്ല. ഓഫീസെല്ലാം കണക്കന്നെ. ഇതൊക്കെ ഓഫീസിൽ കൂടിയും പറ്റുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇത് ഓഫീസിലും പറ്റും, ഓഫീസിൽ ഉപയോഗിക്കാം, വീട്ടിൽ ഉപയോഗിക്കാം, അതുപോലെ വലിയ വലിയ വീടുകളിലൊക്കെ എല്ലാ സ്ഥലത്തും പറ്റും. പിന്നെ അങ്ങനെ ഇതിന്റെ അവസ്ഥകളുണ്ട്. ചിലർക്ക് ഓഫീസിൽ ചെന്നാൽ സലാം പറഞ്ഞില്ലെങ്കിൽ ജോലി പോകുന്നു. അതൊക്കെ പിന്നെ ഞങ്ങൾ അവസരം പോലെ ചെയ്യുക. അതിന്റെ പിന്നിൽ പിത്തനൊന്നും ഉണ്ടാവില്ല എന്ന് കാണുകയാണെങ്കിൽ എത്രയോ പിത്തനകളൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളല്ലാതെ എന്നെക്കാൾ കൂടുതൽ ആ വിഷയമൊക്കെ നിങ്ങൾ അറിയുന്നതാണ്. അതുകൊണ്ട് സലാം പരത്തുക എന്നുള്ളൊരു കാര്യം സുന്നത്താണെങ്കിൽ തന്നെ തെൽബിയത്ത് ചെല്ലുന്നതായിരിക്കുന്ന ഒരു ഹാജിയോട് സലാം പറയേണ്ടതില്ല. അഥവാ പറഞ്ഞാൽ അവന് മടക്കൽ സുന്നത്തുണ്ട്. സലാം എന്ന് പറയുന്നത് പറയൽ സുന്നത്തായതോടുകൂടെ മടക്കൽ നിർബന്ധമായ ഒന്നാകുന്നു. സുന്നത്ത് പറയൽ എന്താണ്? ഇവിടെ ഫർദിനേക്കാണ് കൂലിയുള്ളത് സുന്നത്തിനേക്കാ. പറയുക എന്ന സുന്നത്തിനേക്കാ കൂലിയുള്ളത്. മടക്കുക എന്നുള്ള വുജൂബിനേക്കാണ്. ചില ഘട്ടങ്ങളിൽ പറഞ്ഞാൽ മടക്കേണ്ടതിൽ മടക്കൽ നിർബന്ധമില്ല, സുന്നത്താണ്. അതുപോലെ ഇവിടെയും സലാം പറയൽ സുന്നത്തില്ല. അപ്പൊ മടക്കൽ നമുക്ക് നിർബന്ധമില്ല, സുന്നത്താണ്, മടക്കാ വിരോധമില്ല. ഭക്ഷണം കഴിക്കുന്ന ആളോട് നമ്മൾ സാധാരണ സലാം പറയില്ല. എല്ലാവരും കൂടി സൂപ്പർ ഇട്ടിട്ട് ഭക്ഷണം കൊടുന്ന് പ്ലേറ്റൊക്കെ മുമ്പിൽ കഴിക്കുമ്പോൾ ഒരാൾ പോകും, നമ്മൾ പോകട്ടെ ഭക്ഷണമൊക്കെ അവിടെ ഞാൻ കഴിക്കുന്നില്ല, ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കല്ല, ഞാൻ സലാം പറയണില്ല. അത് ശരിയല്ല, അങ്ങനെയല്ല. അതിന്റെ നിയമം എന്താണ്? വായിൽ ഭക്ഷണം കൊണ്ട് മഷഗൂലാണ്. അതായത് ഇങ്ങനെ കടിച്ച് ചവച്ച് വായിൽ ഇതിങ്ങനെ ശൂലായി കൊണ്ടിരിക്കുന്ന സമയത്ത് സലാം പറയാൻ പറ്റുകയില്ല. അല്ലാത്ത സമയം പറയാം. ഇവനങ്ങനെ ഉരുളക്കൻ റൊട്ടി ഇങ്ങനെ വായിക്കന് പാകിട്ട് ഇങ്ങനെ എടുക്കുകയാണ്, റൊട്ടിയൊക്കെ കുഴച്ചിട്ട്. അപ്പൊ ഒരാൾ പോവാണ്, എന്താ സലാം പറയുന്നത്, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പറയണം, ഇരിഞ്ഞു പോകല്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ. അതുപോലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു വഖഫ് ചെയ്തു വേണമെന്ന് ശ്വാസം വിട്ടു, ആ സമയത്ത് സലാം പറയാ. ആ ഖുർആനിന്റെ കലാമുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് സലാം പറയൽ സുന്നത്തില്ല. അതുപോലെ ഇൽമിന്റെ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അപ്പോൾ ഒരാളുകൾ കയറി വന്ന ആൾക്ക് സലാം പറയൽ സുന്നത്തില്ല. അതേ സമയത്ത് മടക്കലോ നമുക്ക് സുന്നത്തുമുണ്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇതോടുകൂടെ മനസ്സിലാക്കാൻ ഞാൻ വേണ്ടി പറയാണ്. മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിലൂടെ നമുക്ക് സലാം പറയൽ സുന്നത്തില്ല, ആള് മടക്കൽ നിർബന്ധവുമില്ല. ഇനി മടക്കുകയാണെങ്കിൽ തന്നെ അയാളൊക്കെ ശുദ്ധിയായി വന്നതിന്റെ ശേഷമായിട്ട് മടക്കിയാലും മതി. നിസ്കരിക്കുന്ന ഒരാളോടോ അയാൾക്ക് തിരക്ക് പിടിച്ചോടും, അയാൾ നിസ്കാരം കഴിയുന്നില്ല, അത് സലാം പറഞ്ഞു പോകായിരുന്നു. എന്നാ പിന്നെ എന്ത് ചെയ്യാ, സലാമോട് പറഞ്ഞിട്ട് പോയിക്കോട്ടെ, അയാൾ കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് മടക്കാം. കഴിഞ്ഞ ശേഷം എങ്ങനെ മടക്കുക? വാലയ്യ വാലൈഹി സലാം. കത്തിൽ സലാം എന്നാ പറഞ്ഞാൽ എങ്ങനെ മടക്കുക? കത്തിൽ സലാം ചെയ്തില്ലേ? അതിനാരാ കത്തിൽ സലാം മടക്കല്? കത്തിൽ സലാം എഴുതുന്നതല്ലേ ഉള്ളൂ, ഇങ്ങനെ എഴുതി വിടല. സലാം എഴുതാത്തൊരു കത്ത് നമ്മൾ വിടില്ല. മുസ്ലിമുകളുടെ സ്വഭാവം അതാണല്ലോ. അവസാനം ഒരു സലാം, ചിലപ്പോൾ ആദ്യം ഒരു സലാം, അവസാനം ആദ്യം സലാം. പിന്നെ അത് മടക്കലില്ല. മടക്കണം വാലയ്യ വാലൈഹി സലാം. അതല്ല അസ്സലാമു അലൈക്കും എന്ന് അങ്ങോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കത്ത് തിരിച്ചു എഴുതുമ്പോൾ വാക്ക് കൊണ്ട് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ലെങ്കിലും വാലൈക്കും സലാം എന്ന് അങ്ങോട്ട് എഴുതി വിടാം. അപ്പൊ ഇതൊരു മടക്കല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെതായ രൂപങ്ങൾ. അപ്പൊ തൽബിയത്തിൻ്റെതായിരിക്കുന്ന വേളയിൽ നാം സലാം പറയുക എന്നുള്ളത് സുന്നത്തില്ല. അത് ഒരു പ്രധാനമായിരിക്കുന്ന ചിഹ്നമായതുകൊണ്ട് കൂടുതൽ പെരുപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. അതോടുകൂടെ ലബ്ബൈക ഇന്നൽ ഐശ ഐശുൽ ആഖിറ എന്ന് പറയലും സുന്നത്തുണ്ട്. ലബ്ബൈക ഇന്നൽ ഐശ ഐശുൽ ആഖിറ, പഠിച്ചവനെ നിനക്ക് പൂർണ്ണമായി ഞങ്ങൾ മറുപടി പറയുന്നു, എല്ലാ ജീവിതങ്ങളും ആഖിറത്തിന്റെ ജീവിതമാണ്. കാരണം അത് നശിക്കാത്ത ജീവിതമാണ്. ജീവിതത്തിന്റെ തുടക്കം മരണമാണ്. അവിടുന്നാണ് ജീവിതം തുടങ്ങുന്നത്. ഇതൊന്നും ഒരു ജീവിതമല്ല. ഇവിടെ കഷ്ടങ്ങളും ദുഷ്ടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെയാണ്. നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. എപ്പോൾ നോക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നുകൊണ്ട് നമ്മൾ ബേജാറിലാണ്. എല്ലാവരും ബേജാറില്ല. ഒരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലായിട്ട് കുറച്ച് സമയം നല്ലൊരു സമയം ഉണ്ടെങ്കിൽ അല്പസമയത്തേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതേ സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ആഖിറം തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആ ആഖിറമാകുന്ന വീട്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് കുഴപ്പമുണ്ടാക്കാത്ത, നാശമുണ്ടാക്കാത്ത, മേൽമ ഉദ്ദേശിക്കാത്ത, വിനയമുള്ളതായ സമാധാനികളും അള്ളാഹുവിന്റെ പ്രിയദാസന്മാരുമായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വെച്ചതാണ് സ്വർഗമാകുന്ന ഭവനം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്ത്യവിജയങ്ങൾ നല്ല മനുഷ്യന്മാർക്ക് മാത്രമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ തൽബിയത്താവുന്ന ഒരു സുന്നത്തായ ഒരു അമലാണെങ്കിലും സുന്നത്തായ ഒരു അമല് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ മറുവശം നിങ്ങൾ ചിന്തിക്കണം. അതായത് ചില ആളുകൾക്കുണ്ട് സുന്നത്തുള്ളൂ സുന്നത്തുള്ളൂ എന്ന് പറയാം. ആ വാക്ക് ഉപയോഗിക്കൽ വലിയ ഡേഞ്ചറാ, ചെറിയൊരു കാര്യമല്ല. ഒരു സുന്നത്തായ ഒരു അമല് ചെയ്തില്ല എങ്കിൽ അത് ചെയ്തില്ല എന്നുള്ളൂ, അത് സുന്നത്തല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വെയിറ്റ് കുറച്ചാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സന്തോഷങ്ങളും ശഫാഅത്തും ഉൾക്കൊള്ളുകയില്ല. ചിലപ്പോൾ അത് കുഫ്രിയത്തിലേക്ക് കൂട്ടിക്കളയുന്നതാണ്. ഇൻകാർ, ജഹദ് എന്ന് പറയപ്പെടുന്ന രണ്ട് കാര്യം അതിലുണ്ട്. അതിനെ വെയിറ്റ് കുറക്കുക, അതിനൊന്ന് നിസ്സാരമായി കാണുക, അതിനെ നിഷേധിക്കുന്നൊരു സ്വഭാവ രീതി ഉണ്ടാവുക, അത് സംഭവിക്കരുത്. സുന്നത്തല്ലുള്ളൂ, സുന്നത്ത് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ കൽപ്പന ചെയ്യാനുള്ളത് എന്നല്ലേ. എത്രയോ ഫർളായ അമലിനെക്കാണ് മുഴുവനും സുന്നത്തല്ലേ. മാസാല അബ്ദി ബിൻ നവാഫിൽ യഖുർബു ഹത്താ അകൂന ലഹു യദം വല്ലർജുലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കൊണ്ട് മഹാനായിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം നവറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഹി ഫിദാറൈൻ പാട്ട് കെട്ടി പറയുന്നത്, എന്റെ അടിമ എന്നിലേക്ക് ദാ സുന്നത്തായ അമലുകൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അടുത്തിട്ട് ഞാൻ ആവുകയാണ് ഹത്താ അകൂന ലഹു യദം വല്ലർജുലാ. ഞാൻ അവന്റെ കയ്യാകും, ഞാൻ അവന്റെ കാലാകും, അവന്റെ എല്ലാം ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു അടിമ എന്നിലേക്ക് സുന്നത്തായ കാര്യം ചെയ്താൽ കുന്തു യദഹുല്ലത്തി യുബ്തുഷു ബിഹാ, അവൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കൈ ഞാനാണ്. വരിജ്ലുഹുല്ലത്തി യംശി ബിഹാ, നടക്കുന്ന കാല് ഞാനാണ്. വബസറഹുല്ലദീ യുബ്സിറു ബിഹാ, കാണുന്ന കണ്ണ് ഞാനാണ്. അവൻ കേൾക്കുന്നതായിരിക്കുന്ന കാത് ഞാനാണ്. എല്ലാം ഞാനായി. എന്തിന്റെ അർത്ഥം എന്താ? അല്ല കയ്യും കാലൊക്കെ ആവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ കൈ കൊണ്ടും കാല് കൊണ്ടൊക്കെ നടത്താൻ കഴിയുന്ന കാര്യമൊക്കെ അല്ലാഹു തആല കയ്യും കാലും കൂടാതെ നടത്തില്ലേ. എന്നാൽ ഈ സഹോദരനുക്ക് എന്ത് ചെയ്യും? എല്ലാ കഴിവുകളും ഇരുന്ന ഇരിപ്പിലിരുന്ന് കാണാനും നടത്താനും കഴിയുന്നതാണ്, എല്ലാം കഴിയുന്നതാണ്. ഈ വാനലോകത്തുള്ള കാര്യങ്ങളൊക്കെ ഖുലൂബുൽ ആരിഫിന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാളിറൂന വഅജ്നിഹത്തുൻ തതീറു ബിഗൈരി രീശി ഇലാ മലകൂതി റബ്ബിൽ ആലമീന. എല്ലാം ഇങ്ങനെ കാണുകയല്ലേ. അപ്പോ അവന്റെ കണ്ണിന് വഴിദൂരം തടസ്സമല്ല, മതിൽക്കെട്ടുകളും മറകളും തടസ്സമല്ല, ഒന്നും അവന് തടസ്സമല്ല. അതുപോലെ തന്നെയാണ് കേൾവിക്ക് തടസ്സമുണ്ടോ? ഇല്ല. വെയിറ്റ് കൂടിയതിന് തടസ്സമുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ, മഹാനായിരിക്കുന്ന ആസിബ് ബർഖിയ റളിയല്ലാഹു അൻഹു ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം 2 മാസത്തെ വഴിദൂരത്തിൽ നിന്ന് നിമിഷങ്ങളെ കൊണ്ട് കണ്ണു വെട്ടി വെക്കുന്ന സമയങ്ങളെ കൊണ്ട് എത്രയോ ആയിരക്കണക്കായിരിക്കുന്ന ടന്നുകളുള്ളതായിരിക്കുന്ന ഭാരമുള്ളത് ആ സ്വയമായ കൈ കൊണ്ട് ഇങ്ങോട്ട് കൊടുന്നു വെച്ചോട് കൊടുത്തു. കണ്ണങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ഖുർആൻ പറഞ്ഞതല്ലേ, അനാതീക ബിഹി ഖബല യർതദയക തറുഫുക ഫലമാ റഅഹു മുസ്തഖിറ. അത് വന്നു എന്ന് ഉറപ്പായില്ലേ? പിന്നെ സുലൈമാൻ നബി ഇസ്ലാം കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പൊ അതൊക്കെ കഴിയും. അത് എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? സുന്നത്ത് കൊണ്ട്. അപ്പൊ സുന്നത്ത് എന്തിനുള്ളതാ? സുന്നത്ത് എടുക്കാനുള്ളത്, ചെയ്യാനുള്ളത്. നമ്മക്കോ ആ സുന്നത്തല്ലേ ഉള്ളൂന്ന്. ചങ്ങായി ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, വാക്ക് പറയല്ലേ. അതേ സമയത്ത് കറാഹത്ത് എന്ന് പറയുന്ന കാര്യം അത് ഉപേക്ഷിക്കാനുള്ളതാണ്. കറാഹത്ത് എന്നുള്ള കാര്യം ഉപേക്ഷിക്കാനുള്ളതാണ്, ചെയ്യാനുള്ളതല്ല. മക്രൂഹ്, കറാഹത്ത് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഏത് ഡിക്ഷണറി പരിശോധിച്ച് നോക്കിയാലും വെറുപ്പ്, ഇഷ്ടക്കേട്, അനിഷ്ടം എന്നൊക്കെ അതിന്റെ അർത്ഥമുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലും വെറുത്തതാണ്, ഇഷ്ടമില്ലാത്തതാണ്, മോശമായ കാര്യമാണ്. മോശമുള്ളത് ചെയ്യാനുള്ളതല്ല, ഉപേക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് നബി തങ്ങളുടേതായ സുന്നത്താകുന്ന എന്തൊരു കാര്യങ്ങളുണ്ട് അതിലൊക്കെ കടന്നു ചെല്ലണം. അപ്പോളേ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നീ എല്ലാം മുസ്ലിമാവണം. നിന്റെ കാതും നിന്റെ കണ്ണും നിന്റെ നാക്കും മൂക്കും നിന്റെ ശരീരത്തിൽ അള്ളാഹു തന്നതാ രോമങ്ങളും നിന്റെ ആട്ട അനക്കങ്ങൾ, നിന്റെ ചലനം, നിന്റെ നിശ്ചലനം എല്ലാം ഇസ്ലാമീകരിക്കണം. അതല്ല പൈശാചിക പാതകളെ നീ പിന്തുടക്കരുത്. എന്തുകൊണ്ട്? അവൻ നിന്റെ കഠിന കഠോരമായ ശത്രുവാകുന്നു. അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഈ സുന്നത്തായിരിക്കുന്ന അമലുകളൊക്കെ വളരെ കൂടുതലായി നമ്മൾ പെരുപ്പിക്കണം. പ്രത്യേകിച്ച് പ്രായം ഇങ്ങനെ കൂടി കൂടി വരുന്ന നമ്മൾ ഓരോരുത്തരുടെ വയസ്സുകൾ എന്താ? കുല്ലു ആത്തിൻ കരീബ്, വരാനിരിക്കുന്നത് വേഗം ഓടി ഓടി അടുക്കുകയാണ്. നമ്മുടെ വയസ്സുകളെ ഓടി ഓടി അടുക്കുകയാണ്. കഴിഞ്ഞതോ അതൊക്കെ പോയി, നിങ്ങൾ അടുക്കുന്നില്ല, തിരിഞ്ഞുപോയി. അപ്പോ നാളെ കഴിഞ്ഞാല് ഓരോ നിമിഷങ്ങള് അതെന്താകുന്നു? സെക്കൻഡുകള് മിനിറ്റുകളാകുന്നു, മിനിറ്റുകൾ മണിക്കൂറുകളാണ്, മണിക്കൂറുകൾ ദിവസങ്ങളാണ്, ദിവസങ്ങൾ ആഴ്ചകളാണ്, ആഴ്ചകൾ മാസങ്ങളാണ്, മാസങ്ങൾ വർഷങ്ങളാകുന്നു, വയസ്സുകളായി. അവരക്കും
അപ്പോഴാണ് കുറച്ചൊരു നിര കൂടി 40 വയസ്സ് കഴിഞ്ഞാൽ നിരയിലേക്ക് പ്രവേശിച്ചു. പിന്നെ നിരക്കാം. അതിന്റെ മുമ്പ് നിരക്കുന്നതായിരിക്കുന്ന നിര അത് വാസ്തവത്തിൽ നിരക്കേണ്ട സമയമായതുകൊണ്ടല്ല. ചില ആള് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ടോ ശക്തിയായ ഉഷ്ണം കൊണ്ടോ ശക്തിയായ തണുപ്പ് കൊണ്ടോ മനസ്സിന്റെ പ്രയാസങ്ങളെ കൊണ്ടോ അങ്ങനെ പ്രകൃതി വിരോധമായ ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ നിരക്കാം. 40 കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറേശ്ശെ ഒരു വെള്ളമുടി നിങ്ങൾ കണ്ടിട്ട് ആർക്കെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും വെള്ളമുടി കണ്ടവർ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടോ? ഞാനിപ്പത് പറഞ്ഞിട്ടില്ലാത്ത കാര്യം പറയാന്നുള്ളത് നിങ്ങൾ നിരക്കിയാടണ്ട. എനിക്കുണ്ട് വെളുത്ത മുടി വളച്ചിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നാ ഞാൻ പറയണത്. കാണാൻ ഇടവരുത്തുന്ന കാരണം സുബഹി നിസ്കരിച്ചിട്ട് ഒരു ബ്രഷും കൈ പിടിക്കും, ഒരു ബ്ലേഡും വിട്ട് ആകെ വടിച്ചിട്ടാണ് ഇറക്കിയിട്ട് പിന്നെ കണ്ണാടിയിൽ വെക്കുക. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് വിഷമണേ. ഓ അള്ളാ, ഈ കൊല്ലത്തിൽ ഞാൻ കയറ്റിയത്. വാസ്തവത്തിൽ താടി ഇങ്ങനെ നിത്യം വടിക്കുന്ന ആളുകളുടെ അഴകുകൾ ഏത് സമയത്തും കുറഞ്ഞു പോകാനാണ് ഇസ്ലാമിന്റെ വീക്ഷണം. അതുപോലെ പെട്ടെന്ന് ചുളിഞ്ഞു വരും. അതിന്റെ വികൃതമായ രൂപങ്ങൾ അവസാനം വരും. മരിക്കേണ്ട സമയമാകുമ്പോഴേക്കെങ്കിലും ഒരു ഈമാന്റെ തെളിവുമൊക്കെ വേണ്ടേ? മുഖത്തിന് കരുവാളിച്ച് നിറണ്ടാവാൻ പാടില്ലല്ലോ. റസൂലുള്ളാഹിയുടെ സുന്നത്ത് ഉപേക്ഷിച്ചിട്ട് മനുഷ്യന്റെ മുഖമൊക്കെ മരിക്കുമ്പോൾ അങ്ങനെ കറുപ്പ് വന്നാലും നമ്മൾ പോയില്ലേ. കാര്യമൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നേരം പോക്ക് പറയുകയാണെങ്കിലും നിങ്ങൾ കാര്യം കൂടി മനസ്സിലാക്കണം. അള്ളാഹു ചോദിക്കുന്നു, അവലൻ നോമ്പിറുക്കും എടോ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയങ്ങളും വയസ്സുകളൊക്കെ നമ്മൾ തന്നില്ലേ? നിങ്ങൾക്ക് നദീർ വന്നില്ലേ എന്നാ ചോദിക്കുന്നത്. ഒരു വ്യാഖ്യാന പ്രകാരം നദീറിന്റെ മാന അശൈബും നിരയാകുന്നു. നിര വന്നില്ലേന്നാ വയസ്സായിട്ട്. അപ്പൊ ഒരു മുടി ഇങ്ങോട്ട് പറിച്ചാൽ മതി. മുടി വളർത്തുന്ന ആളുകള് മുടി നിരച്ചത് കണ്ടപ്പോ അത് പറിച്ചിട്ടു. അല്ലെ വെട്ടിയാല് പിറ്റേ ദിവസം നോക്കുമ്പോ 2 എണ്ണം നിരച്ചു. പിറ്റേ ദിവസം അതും വെട്ടിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് അപ്പോഴതിനെ എന്ത് ചെയ്തു? വല്ല അടുത്ത ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇതിന്റെ മരുന്ന് അന്വേഷിച്ചു. അപ്പൊ എന്താ വല്ല ക്രീമുകളോ ക്രീമുകളോ ഒക്കെ പറഞ്ഞു കൊടുത്തു. ഒക്കെ തേച്ച് പിന്നെ അവസാനം അതിട്ട് കേട്ട് പെട്ടെന്ന് കഴിയുമ്പോ ആകെ നിരച്ചിട്ട് പഞ്ചസാരയായി. നേരത്തെ പഞ്ചസാരയും ചായപ്പൊടിയും കൂടിയായിരുന്നു. ആദ്യം തനി ചായപ്പൊടി കറുത്ത പൊടിയായിരുന്നു. പിന്നെ കറുത്ത പൊടിയും പഞ്ചസാരയാകുന്ന വെളുപ്പും കലർന്നു. പിന്നെ അവസാനമായി കൃത്രിമ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനത്തൊരു വേളയിൽ എല്ലാം മുളച്ചു വരുന്നതായിരിക്കുന്ന വിഷമകരമായ കാഴ്ച കണ്ടപ്പോ മുഴുവനും പഞ്ചസാരയാണ്. ഇത് ഉണ്ടായില്ലേ നിങ്ങൾക്ക്? അത് എന്തിനാ ചോദിക്കുന്നത്? കഫശൈബു നിര മതി. ഇസ്ലാമു മുസ്ലിമാകുക എന്നുള്ളത് മതി. ആർക്ക്? ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് നാഹിയ അവനെ സത്യത്തിലേക്ക് നയിക്കാനും തിന്മയിലേക്ക് പിന്തിരിപ്പിക്കാനും അത് മദീന. ചിന്തിക്കുകയാണ്. ഇപ്പൊ ഞാനൊക്കെ ചിന്തിക്കുക, പടച്ചോനെ ഓരോരോ കഥകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മൾ പഠിക്കാൻ പോയിരുന്ന കാലത്തും അതിനുശേഷമുള്ള കാലങ്ങളിലും ഗൾഫ് നാട്ടിൽ വന്നതായ കഥകളൊക്കെ അങ്ങനെ ചിന്തിക്കും. എത്ര വയസ്സുകളായി നമുക്കൊക്കെ. അള്ളാഹിന് ജീവിച്ച കാലം ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത്, കുല്ലു ആത്തിൻ കരീബ്, അടുത്ത് വരുന്നു, ഓടി വരുന്നു, ഓടുന്നു, കോടായിടാ വലം 2. ഓരോരോ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. മഹാനായിരിക്കുന്ന സുജായി നവ്വറല്ലാഹു മർക്കദഹു ഹദീസിന്റെ അർത്ഥങ്ങളൊക്കെ കൂട്ടി മാല കെട്ടി പാടുകയാണ്. 2 ശക്തിയായ സ്പീഡിൽ 2 കുതിരകൾ പായുകയാണ്. ഓരോ കുതിരയുടെയും ഉദ്ദേശങ്ങൾ എനിക്ക് മുന്നിൽ ചാടണം എന്നാണ്. എടുത്തും വലതുമായി ഇങ്ങനെ ഓടുന്നു. ആ കുതിരകൾ എന്താണ്? നിന്റെ മൂക്കിൽ നിന്ന് പോകുന്നതായ ശ്വാസങ്ങളാകുന്നു. അതാ ഒരു ശ്വാസം അങ്ങോട്ട് വിടുമ്പോൾ ഒരു ശ്വാസം ഇങ്ങോട്ട് വലിക്കുകയാണ്. ഇതെല്ലാം മാറ്റങ്ങളുണ്ട്. നിന്റെ വയസ്സുകൾ കഴിഞ്ഞു പോവുകയാണ്. നിന്റെ ആയുസ്സുകൾ തീരുന്നു. സഹോദരാ സഹോദരീ, നീ മരിക്കുകയാണ്. ചിന്തിക്കുന്നുണ്ടോ? തേടുന്നവർ നിന്നെ മൺവീട്ടിലേക്ക്. ആ ശ്വാസങ്ങൾ തേടുന്നത് നിന്നെ മരണത്തിലേക്കാണ് തേടുന്നത്. അതേ സമയത്ത് തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. മരിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ്. നീ മരുന്നുകളായിട്ടും മറ്റുള്ള മാധ്യമങ്ങൾ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ഥുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പാഞ്ഞു ഓടി പോകുന്നതായ നിങ്ങളുടെ മരണങ്ങളില്ലേ, ആ മരണം ഇതാ നിങ്ങളെ പിടികൂടുകയാണ്. അങ്ങനെ പിടികൂടിയാൽ നിങ്ങളെ മടക്കപ്പെടുന്നത് എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്ന ലോകരക്ഷിതാവാകുന്ന നാഥനിലേക്ക് മടക്കപ്പെടുന്നു. അപ്പോഴാണ് ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങളെ സർവ്വകള്ളത്തരങ്ങളും പൊളിയുകയാണ്. എല്ലാം പൊളിഞ്ഞുപോയി. നല്ലതായ കണ്ണാടയും തലയകെട്ടും തലപ്പാവൊക്കെ ധരിച്ച് കറുത്ത കുപ്പായം ധരിച്ച് നടക്കുന്ന എന്നെ പോലെയുള്ള പാപങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. ആരാണ് നല്ലവൻ, ആരാണ് മോശക്കാരൻ എന്നുള്ളത് എല്ലാം പൊളിഞ്ഞുപോയി.
എല്ലാ രഹസ്യങ്ങളും പുറത്തു വന്നു. അതുകൊണ്ട് റബ്ബിൻ്റെതായ കോർട്ടിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഹറാമും കറാഹത്തും ഹലാലൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്നുമല്ലല്ലോ, എല്ലാവരും ജനങ്ങൾ തന്നെയല്ലേ. അവരുടെയുള്ള മാന്യതകളൊക്കെ നിലനിൽപ്പുകളില്ല. അതിനു വേണ്ടി ആരും തേടിയിട്ടുമില്ല. നല്ലവരൊന്നും അതിനെ ആഗ്രഹിച്ചവരുമല്ല. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു പോയത്. റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയോട് കൽപ്പിച്ചതായ കാര്യങ്ങൾ നമ്മുടെ കഴിവിന്റെ പരമാവധി അവന്റെ തൃപ്തിയിലായി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൂർണ്ണമായ ആരോഗ്യങ്ങളും ഐശ്വര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. എന്താണ് ചെല്ലുന്ന ആൾക്ക് സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമുണ്ടോ? മടക്കൽ സുന്നത്താണ്. മടക്കൽ പറയൽ ആൾക്ക് നിർബന്ധമില്ലാത്തത് കൊണ്ട് ആൾക്ക് മടക്കൽ സുന്നത്തുണ്ട്. സുന്നത്തുണ്ട് പറഞ്ഞാൽ മടക്കണമെന്ന് നിർബന്ധമില്ല. അതാ കുറ്റക്കാരനാകുകയില്ല മടക്കിയില്ലെങ്കിൽ എന്നർത്ഥം. അപ്പൊ സുന്നത്തിനെ നിങ്ങളാരും മോശമാക്കി പറയുകയൊന്നും ചെയ്യരുത്. അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ചോദ്യങ്ങളൊക്കെ 9:30 ആയപ്പോൾ തരണം ചോദ്യങ്ങൾ. 50 കഴിഞ്ഞ് പിന്നെ നീട്ടിപ്പോയാൽ ആളുകൾക്ക് വിഷമാവും. എന്താണത്? നമസ്കാരത്തിൽ ഇടയിലെ അത്തഹിയ്യാത്തിന് അവസാനത്തെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഓർമ്മ വന്നപ്പോൾ ശരിയാക്കാനിരിക്കുമ്പോൾ തല കുനിഞ്ഞ് പോകുന്നത് കൊണ്ട് നമസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ? അത് കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ട്. തല പെട്ടെന്ന് കുനിഞ്ഞു പോയാൽ ഇരുന്ന് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഒരു റുക്കോയിന്റെ അതിർത്തിയിലേക്ക് തല അങ്ങോട്ട് കുനിഞ്ഞു പോയാൽ ഒരു ഫർളായ ഒരു പ്രവർത്തനം അവനിൽ നിന്ന് വന്നു. വാസ്തവത്തിൽ നിസ്കരിക്കുന്നവരാണെങ്കിലും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അല്ലാതെ കുനിയാത്ത രൂപത്തിൽ നേരെ ഇരിക്കാൻ ഇരിക്കുക, അല്ലെങ്കിൽ ഇരുന്ന് ഇരിപ്പടം ഇരുന്നാൽ മതി. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. ما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞു ഒന്നുമെല്ലാം സാലിഹാമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തുമാറാവട്ടെ. ലാഹിരും ബാത്തിനും മാനസികവും ശാരീരികമായ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹദായ പദവിയോട് നമ്മയും അഹ്ലുകാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധമായ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ ഹറാമാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഇഹ്റാം ചെയ്തു, അതിൻ്റെ ശേഷം സുന്നത്തായി ഓതേണ്ട ദിക്റുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതായ വ്യക്തികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ, അഥവാ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ അവരുടെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, ഹജ്ജ് ഉംറ സ്വഹിയാവുകയില്ല. അതിനെക്കുറിച്ചാണ് ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പ്രത്യേകമായി പറയുന്നു. അതിൽ പല വകുപ്പുകളുമുണ്ട്. വൽ മുഹരിമുൽ ഇർബാനി, ഇഹ്റാമിലേക്ക് പ്രവേശിച്ച വ്യക്തികൾ 2 വിഭാഗമാകുന്നു. അർ റജുൽ വൽ മർഅ, പുരുഷൻ സ്ത്രീ എന്നീ 2 വിഭാഗം. 2 വിഭാഗത്തിൻ്റെയും ഇഹ്റാം കൊണ്ട് ഹറാമാകുന്നതിൽ ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫഅമ്മർ റജുലു, പുരുഷ വിഭാഗമാകുന്നത് ഫയഹ്റമു അലൈഹി, അവരുടെ മേൽ ഹറാമാകുന്നു. സത്രു ജമീഇ റഅസിഹി ഔ ബഅളിഹി, തല മുഴുവൻ മറക്കുക അതല്ലെങ്കിൽ തലയുടെ അല്പം മറക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്, കുറ്റകരമാണ്. അവന്റെ അമൽ സഹിയാവുകയില്ല, ഇബാദത്ത് സഹിയാവുകയില്ല. ഇഹ്റാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹറാമാക്കുക. ആ ഹറാമാക്കുക എന്ന ആ പ്രതിജ്ഞ അവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചില ഹലാലുകളെ അവൻ വീണ്ടും അവൻ ഹറാമാക്കേണ്ടി വരുന്നു. ഹറാമാക്കുക എന്നതിൻ്റെ അർത്ഥം മുമ്പ് അനുവദിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഹറാമാക്കി. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി അല്ലാഹു അക്ബർ എന്ന ഇഹ്റാമിന്റെ തക്ബീർ ഓതിയാൽ ആ തക്ബീറിന് എന്ത് പറയുന്നു? തക്ബീറത്തുൽ ഇഹ്റാം, ഹറാമാക്കുന്ന തക്ബീർ. അല്ലാഹു അക്ബർ എന്ന ഹറാമാക്കുന്ന തക്ബീർ ചൊല്ലിയാൽ ഭൗതികമായ കലാമുകൾ, സംസാരങ്ങൾ പറ്റുകയില്ല, അന്നപാനീയങ്ങൾ ഉപയോഗിക്കാൻ പറ്റുകയില്ല, നടക്കാൻ പറ്റുകയില്ല, അവന്റെ സ്വന്തം ഇഷ്ടത്തിന് ഇതിനോട് ബന്ധപ്പെട്ട ഇരുത്തങ്ങളല്ലാതെ ഇരിക്കാനും പറ്റുകയില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ
ഹറാമാക്കി. മുമ്പ് ഹലാലായിരുന്നു, അതൊക്കെ ഹറാമാക്കി. ഇതുപോലെ തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടതായ സ്ഥലത്ത് വെച്ചുകൊണ്ട് നവൈത്തുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല, ഹജ്ജിനെ ഞാൻ കരുതി അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു, ഹറാമാക്കി എന്നുള്ള ഈ പദം അവൻ ഉപയോഗിച്ചപ്പോൾ ഒരുപാട് ഹറാമക്കൽ അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചു പോയി. അതിൻ്റെ ബാഹ്യമായ ഒരു തുടക്കമാണ് ഈ പറയുന്നത്. ഒരു പുരുഷനാണോ അങ്ങനെ പറഞ്ഞതെങ്കിൽ അതോടുകൂടെ അവന്റെ ശരീരത്തിൽ നിന്ന് തലമറക്കാൻ പറ്റുകയില്ല. ഇത് നിഷിദ്ധമാണ്, കുറ്റകരമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ശിക്ഷയുണ്ടാകും. അതിന് ളുൽമ് എന്ന് പറയും. അവൻ അങ്ങനെ പ്രവർത്തിച്ചാൽ ളുൽമാണ്. അങ്ങനെ പ്രവർത്തിച്ചതായ വ്യക്തി അക്രമമാണ്, അനീതിയാണ്. ആ ഇബാദത്തിനോട് അനുയോജ്യമായ ഒരു പ്രവർത്തനമല്ല അവൻ ചെയ്തത്. തല അല്പം മറക്കലും അങ്ങനെ തന്നെ. സാധാരണ ഇപ്പൊ നമ്മൾ തൊപ്പിയൊക്കെ ധരിക്കുന്ന ആളുകൾ ഇപ്പൊ ഒരു പുതിയൊരു പരിഷ്കാരം തുടങ്ങി. തൊപ്പി തലയിൽ ചെറിയൊരു തൊപ്പി വെച്ചിട്ട് കുറച്ചുകൂടി ഇറക്കി വെച്ചിട്ട് നെറ്റത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നൊരു സ്വഭാവം. പരിഷ്കാരങ്ങൾ ഓരോരോ വസ്ത്രധാരണയിലും സംസാര ശൈലിയിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെ എന്തൊക്കെ ഇനി ആക്കി കൂട്ടുക എന്ന് അറിയുകയില്ല. തൊപ്പി എന്നുള്ളതും തലപ്പാവ് എന്നൊക്കെ പറയുന്നത് തലമറക്കാനുള്ളതാ, നെറ്റി മറക്കാനുള്ളതല്ല. ഇങ്ങനെ ഈ പരിഷ്കാരത്തിൽ പെട്ടിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, സുജൂദിലേക്ക് പോകുമ്പോൾ ഓർമ്മയില്ലാതെ അതോടുകൂടെ അങ്ങോട്ട് സുജൂദ് ചെയ്താലോ, എന്താ അതിന്റെ വിധി? ഇമാം ഷാഫി റളിയല്ലാഹു തആലാവിന്റെ അഭിപ്രായത്തിൽ ഖിലാഫില്ലാത്ത അഭിപ്രായം ആ സുജൂദ് സഹിയല്ല. സുജൂദ് സഹിയല്ലേ, പിന്നെ നിസ്കാരം പോയി എന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ പതിവായിട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ആരാണ് ഇതിൽ ചെയ്യുന്നവർ ചെയ്യാത്തവർ അത് നോക്കിയിട്ടല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. ചിലപ്പോൾ അങ്ങനത്തെവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം, അത് നമ്മുടെ പ്രശ്നമല്ല. അങ്ങനെ കാണാം. അതുപോലെ ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തലയെക്കെട്ട് കെട്ടുന്ന ആളുകൾ വാസ്തവത്തിൽ അത് സുന്നത്ത് എന്നുള്ള നിയ്യത്ത് പ്രകാരം അല്ലായിരിക്കും കെട്ടുന്നത്, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. എന്തോ ആവട്ടെ, നല്ലൊരു കെട്ട് കെട്ടി, നാടൻ കെട്ടല്ല. നാടൻ കെട്ട് പറഞ്ഞാൽ ഒരു മലബാരി കെട്ടല്ല കെട്ടുന്നത്, പിന്നെന്താ ഒമാനി കെട്ട്, അറബിക്കെട്ട് കെട്ടിയിട്ട് അന്തസ്സായിട്ട് കെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യാൻ, നെറ്റി പറ്റങ്ങോട്ട് മൂടിയിട്ട് ഒരു പ്രത്യേകമായ ഒരു കെട്ട്. ആ കെട്ട് ഓർമ്മയില്ലാതെ കണ്ട് നെറ്റിയിലേക്ക് ഇറങ്ങിയതായ മറ നീക്കി മേൽപോട്ട് കയറ്റാതെയോ അല്ലെങ്കിൽ അത് മാറ്റാതെയോ കൊണ്ടോ നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്താൽ അതിന്റെ വിധി എന്താകുന്നു? ലാ യസ്ഹു സുജൂദുഹു, സുജൂദ് സഹിയാവുകയില്ല. സുജൂദ് സഹിയായില്ലെങ്കിൽ ഫസലാത്തുഹു ബാത്തില, നമസ്കാരം ബാത്തിലാണ്. ലാ ഖിലാഫ ഫീഹ, അതിൽ യാതൊരു സംശയങ്ങളും ഇല്ല. അങ്ങനെയാണ് സംഭവമുള്ളത്. അപ്പൊ ഇഹ്റാം ചെയ്തതായിരിക്കുന്ന വ്യക്തികൾ തല മുഴുവനും മറക്കുക എന്നതാണ് ഇപ്പൊ നമ്മുടെ വിഷയം. ചെറിയ തൊപ്പികളോ, ഇപ്പൊ ചെറിയ നാട്ടിലൊക്കെ കുട്ടികളൊക്കെ തൊപ്പിയൊക്കെ കൊടുത്താൽ അവർ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ വാങ്ങി കൊടുക്കുന്നതോ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ചെറിയൊരു തരം തൊപ്പി അതിനായിട്ട് പോലെ ഇറങ്ങുകയാണ്. ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് മാർക്കറ്റുകളിൽ സാധനം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. ബിസിനസ്സുകാർ എന്താണ് കൂടുതൽ ഇവിടെ വിറ്റഴിഞ്ഞു പോകുന്നത്? അതാണ്. അല്ല അവർക്ക് ശരീഅത്തോ അല്ലെങ്കിൽ ഹഖീഖത്തോ മാരിഫത്തോ ഒന്നും അല്ലല്ലോ അവരുടെ വിഷയങ്ങൾ. അപ്പൊ ചെറിയൊരു തൊപ്പി ഇതിനകത്ത് തലയിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ വെക്കുക. അത് തലമറക്കലല്ല ആവശ്യമുള്ളത്. മറ്റുള്ള ആളുകളിൽ നിന്ന് വരുന്ന പിന്നെ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളെ തടുക്കാൻ വേണ്ടി അതിനെ പ്രതിരോധ ശക്തിയായിട്ട് വെക്കുക. എന്നിട്ട് അതിങ്ങനെ ഇറക്കി വെക്കുന്ന കണ്ടാൽ പല പ്രാവശ്യം നമ്മൾ കുട്ടികളെ ശാസിക്കുന്നു. കാണുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി എല്ലാ മനസ്സോടുകൂടെ വളരെ ഇടുങ്ങിയ ഹൃദയത്തോടുകൂടെ ഒന്നങ്ങോട്ട് നീക്കി വെക്കുന്നത് കാണുമ്പോൾ പിന്നെയും നമുക്ക് ദേഷ്യം വരാം. നമ്മൾ പഠിച്ചതോ നമ്മളെ പഠിപ്പിച്ചതോ അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാനോ കണ്ടു നിൽക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് പ്രായമുള്ള ആളുകളും യുവാക്കളായ ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ആക്ഷേപ സ്വരത്തിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ തന്നെ ഉപദേശ സ്വരത്തിലായി നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ായിരിക്കുന്ന വ്യക്തി അങ്ങനെ തല മുഴുവൻ മറക്കാത്ത ഒരു ചെറിയൊരു തൊപ്പി കൊണ്ടാണ് മറച്ചതെങ്കിലും അത് ഹറാമാണ്, കുറ്റകരമാണ്. അവന്റെ ഹജ്ജ് സഹിയാകുകയില്ല, പൂർണ്ണമാകുകയില്ല. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോ മുഴുവൻ മറക്കലും അങ്ങനെ തന്നെ. അപ്പൊ പിന്നോട് ചോദ്യമുണ്ട്, കുറച്ച് മറച്ചാലോ? അതും അങ്ങനെ തന്നെയാകുന്നു, പാടുള്ളതല്ല. എന്തുകൊണ്ട്? ബിമാ യുസമ്മാ സാത്തിറൻ, അത് തലമറച്ചവനായി അതിനെ പരിഗണിക്കപ്പെടും. അങ്ങനത്തെ ഒരു വസ്തു കൊണ്ട് മറക്കുക. അപ്പോ സാധാരണ നാം ധരിക്കുന്ന തലപ്പാവുകൾ, തൊപ്പി, തട്ടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കടലാസിന്റെ തൊപ്പിയാലും വേണ്ടില്ല, ഇല കൊണ്ടുണ്ടാക്കിയതോ തോല് കൊണ്ടുണ്ടാക്കിയതോ എന്തോ ആവട്ടെ, തലമറക്കാവുന്ന തലമറച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് പറയാം. അതേ സമയത്ത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിയാലും ആ കൈ പൊത്തിയ സ്ഥലമൊക്കെ മറഞ്ഞുപോയി, അതിന് ബിമായുസമ്മാ സാത്തിർ എന്ന് പറയുകയോ? അത് പറയുകയില്ല. ലായുസമ്മാലഹു, അതിന് പറയപ്പെടുന്നതല്ല, സാത്തിർ എന്ന് പറയുകയില്ല. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ പൊത്തി ഇറാൻ ചെയ്തതിന് ശേഷമായിട്ട് അങ്ങനെ പൊത്തി പിടിക്കാലോ. ആ മറ അത് മറയായിട്ട് കൊട്ടുകയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്നർത്ഥം. അല്ലാതെ മറ്റുള്ളതായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് മറയാൽ വിരോധമില്ല. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും തല മറച്ചവനും മറക്കാത്തവനും ഒക്കെ തല മറച്ചിരിക്കുന്നു. തല മറക്കാത്തവരും ഇപ്പൊ ഈ സദസ്സിൽ മജ്ലിസുകൾ ഉണ്ടാകുമല്ലോ.
അവരും മറച്ചിട്ടുണ്ട്, അല്ലാത്തൊരു മറച്ചു. എന്തുകൊണ്ട് മറച്ചു? ബിഹാദിഹിൽ ബിനായ, ഈ എടുപ്പ് കൊണ്ട്, ഈ പള്ളിയുടെ എടുപ്പ് കൊണ്ട് നമ്മൾ തലമറഞ്ഞിരിക്കുന്നു. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാം ചെയ്തതായിരിക്കുന്ന മുഅ്മിനീങ്ങളായ സ്വഹാബത്തിനോട് തലമറക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? പൂർണ്ണമായി ഉൾക്കൊണ്ടു. അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ, എന്താണ് പറഞ്ഞാലും അനുസരിക്കുന്നല്ലാതെ അനനുസരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ അവർ ലോകത്തെ ഏറ്റവും വലിയതായ ജനങ്ങളായത്. അപ്പൊ അവർ എന്ത് ചെയ്തു? തലമറക്കരുത് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും എന്ത് ചെയ്തു? അനുസരിച്ചു, പേടിച്ചു. പിന്നെ അവർ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോ അവർ മനസ്സിലാക്കിയത് എന്താ? ഈ തലമറക്കുന്ന നമ്മള് തലപ്പാവ് തൊപ്പി അല്ല, ഒരു നിലക്കും തല മേൽഭാഗം മറയാൻ പാടില്ല എന്നങ്ങോട്ട് മനസ്സിലാക്കിപ്പോയി. അങ്ങനെ പലയിടത്തും പലതും അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഈ ശരിയായ ചിന്തയിൽ കൂടെ പോയി മറ്റു വ്യാഖ്യാന വഴികളൊന്നും അവർ ചിന്തിക്കാതെ അങ്ങനെ പലതും സംഭവിച്ചത് കൂട്ടത്തിൽ ഒരു കാര്യം ഇതാകുന്നു. അങ്ങനെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ ധൈര്യമില്ല. കാരണം വീട്ടിന്റെ വാതിലിന്റെ ആ പടികൾ, ഉമ്മരപ്പടി അല്ലെങ്കിൽ കട്ടിലപ്പടി എന്ന് പറയുന്ന പടി കൊണ്ട് തല മറിഞ്ഞു പോവുകയാണ്. വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നാലോ വീട്ടിന്റെ മേൽക്കൂരകളെ കൊണ്ട് തല മറിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറ്റക്കാരായി പോകുമോ? ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാകുമോ? ഞങ്ങളുടെ ഹജ്ജും ഉംറയും സഹിയാകുകയില്ലേ? ഇങ്ങനെ അവരെന്ത് ചെയ്തു? ആകമാനം പേടിച്ചു പോയി. എന്നിട്ടോ എന്താ ചെയ്ത്? വീടിന്റെ മേൽക്കൂര മുഴുവനായിട്ട് പൊളിച്ചു. എന്നിട്ട് ഒരു ചെറിയൊരു കോണി വെച്ചിട്ട് ആ കോണിന്റെ മുകളിൽ കൂടെ കയറിയിട്ടായിരുന്നു വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവർ ഇറങ്ങിയിട്ട് അതുപോലെ ഇങ്ങോട്ടും കയറി കിടക്കലാണ്. എന്താ അവരുടെ പേടി? ഞങ്ങളുടെ അമല് ബാത്തിലായി പോകുമോ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടെ നിങ്ങൾ കയറി കിടക്കുക എന്നുള്ളത് ബിർറല്ല, അത് നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾ കൂട്ടണ്ട. വാസ്തവത്തിൽ അതല്ല ഇവിടെ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. തഖ്വയുള്ളതായിരിക്കുന്ന മുഅ്മിനീങ്ങളോട് പറഞ്ഞത് അതല്ല. അവരെ തലയോട് ചേർത്തി മറക്കാവുന്നതായിരിക്കുന്ന തട്ടങ്ങളോ തൊപ്പികളോ അതുകൊണ്ട് മറക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ മുഖേന അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരുടെ അനുസരണത്തിന്റെ ശക്തിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയ ഒരു പൊട്ടന്മാരാണെന്നല്ല, അവര് മറ്റൊന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം അവർക്കില്ല. എന്താ അങ്ങോട്ട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അസ്വദു മിനൽ ഖൈത്തിൽ അബിയദി. നിങ്ങള് അത്തായം കഴിക്കുന്ന സമയത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് വെളുത്തതായിരിക്കുന്ന നൂലും കറുത്ത നൂലും കൂടി ഇരുട്ടിൽ നിന്ന് വേർതിരിയുന്നത് വരേക്കും നിങ്ങൾക്ക് തിന്നാം. നബി തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം ഫജ്ർ സാദിഖ് എന്ന് പറയപ്പെടുന്ന പ്രഭാതം പൊട്ടിപ്പിളരുന്നത് വരെ, എവിടെ നിന്ന്? ഇരുട്ടിൽ നിന്ന്, രാത്രിയുടെ സമയത്തിൽ നിന്ന് നേരം പുലരുക എന്ന് പറയപ്പെടുന്ന അടയാളം കാണുന്നവരെ തിന്നോളീന റസൂലുള്ളാഹി പറഞ്ഞതിന്റെ അർത്ഥം. ഇവര് മനസ്സിലാക്കിയത് എന്താ? വെളുത്ത നൂലും കറുത്ത നൂലും കൊടുന്ന് രാത്രി അവിടെ വെച്ചു. എന്നിട്ട് ഇതുപോലെയുള്ള ലൈറ്റ് സൗകര്യങ്ങളില്ലാന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. എഴുന്നേറ്റ് നോക്കും, അപ്പൊ കറുത്തതും വെളുത്തതും വേറെ ചെയ്യുന്നില്ല, ഇരുട്ടല്ലേ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കലോ കുറച്ചൊക്കെ ചാപ്പിടലോ ഒക്കെ ഇങ്ങനെ തിന്ന് നേരെ സൂര്യ ഉദിക്കുന്നവരെ തിന്നേണ്ട ഗതികേട് അവർക്ക് വന്നു. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സംഭവം വിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുവരെ അറിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ മുഖേന ആ വിഷയങ്ങളൊക്കെ തിരുത്തി കൊടുത്തു. റസൂലുള്ളാഹിക്ക് തിരിച്ച് മിനൽ ഫജ്രി എന്നുള്ളതായിരിക്കുന്ന ആയത്ത് ഒരൊറ്റ കഷ്ണമായിട്ട് ഇറങ്ങിയതാണ് എന്നും അഭിപ്രായമുണ്ട്. ഫജ്റിൽ നിന്ന് വേർതിരിയുന്നവരെ, അപ്പൊ ഫജ്റു സാദിഖ് എന്ന് പറയപ്പെടുന്ന പ്രഭാതം പൊട്ടിപ്പിളരുന്നത് വരെ, രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് പ്രഭാതം കാണുന്നതുവരെ തിന്നാ. ഈ പ്രഭാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ് വെളുത്ത നൂല്, മറ്റത് കറുത്ത നൂലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റതിനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇതായിരുന്നു അവരുടെ സ്വഭാവ രീതികൾ. നമ്മളെന്തെങ്കിലും പറയുമ്പോഴേക്കും മറുവശമാണ് ചിന്തിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് അമ്മാനും ബാപ്പാനും ചീത്ത പറയരുത്. അപ്പൊ തന്നെ ഒരാൾ ചോദിക്കുക, എന്താ നാമിൽ തല്ലല്ലേ, അടിക്കല്ലേ? അള്ളാഹ് പറഞ്ഞെന്താ? വലാതഖുല്ലഹുമാ ഉഫിൻ. ഛേ, എന്താ നീ പറയുന്നത്? ഇങ്ങനെ പറയരുതെന്നാ. അപ്പൊ ഒന്നും മിണ്ടണ്ട, രണ്ടങ്ങോട്ട് കൊടുക്കുക, ബാപ്പാന് രണ്ടങ്ങോട്ട് കൊടുക്കുക. അടുത്ത ദിവസം ഇങ്ങോട്ട് കണ്ടില്ലേ തന്തന ഒരു ഉളി കൊണ്ട് മകൻ കൂത്തിക്കുന്നത്? ഉളി എടുത്തിട്ട് തന്തനങ്ങോട്ട് മുറിച്ച് മുപ്പരത്ത് കിട്ടിയ പണിയായതുണ്ട് കയ്യിലുണ്ടായിരുന്നു. അപ്പോഴാണ് ചാൻസ് കിട്ടിയത്. ഒന്നും ഒരു പ്രശ്നമില്ല. അതിൽ പിന്നെ ചോദ്യങ്ങളില്ല. ബാപ്പാനെയും ഉമ്മാനെയൊക്കെ വന്നാൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അവർ തമ്മിലായിട്ട് തീരും, ആ കുടുംബം അവിടെ അവസാനിക്കും. പുറത്തുനിന്ന് ഒരാളാകുമ്പോഴേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മറുബുദ്ധി ചിന്തിക്കുന്ന സ്വഭാവം മഹാന്മാരായ സ്വഹാബികൾക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ തലമുറക്കുന്ന വിഷയത്തിൽ ഒരു വീടുകളിലേക്ക് കടക്കുന്നതിനെ പോലും ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമ്മൾ അത്ര ഗൗരവമായി ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് പുരുഷന്മാരുടേതായിരിക്കുന്ന അവസ്ഥയാണ്. അമ്മാ വജുഹുൽ മർഅത്തി ഫകറഅസിർ റജുലി. സ്ത്രീയുടെ മുഖമാകുന്നത് പുരുഷന്റെ തല പോലെയാകുന്നു. പുരുഷന്റെ തല പോലെ ഉരുണ്ടിട്ട് തലമ മുടിയെന്നല്ല അതിന്റെ അർത്ഥമുള്ളത്. ഈ വിധികൾ പാലിക്കുന്ന വിഷയത്തില് തല മുഴുവൻ മറക്കാൻ പറ്റുകയില്ല, അല്പവും മറക്കാൻ പറ്റുകയില്ല എന്നതുപോലെയാണ് ഒരു സ്ത്രീയുടെ മുഖം മുഴുവനും മറക്കാൻ പറ്റുകയില്ല, അല്പവും കൂടി മറക്കാൻ പറ്റുകയില്ല. ഇത് അവൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാകുന്നു. അപ്പോഴാണ് അവരുടേതായിരിക്കുന്ന ഈ പരിശുദ്ധമായ കർമ്മം പൂർണ്ണമാകുന്നത്. അതല്ലെങ്കിൽ അത് പൂർണ്ണമാകുകയില്ല.
കുറ്റത്തിൽ പെടുന്നു, മബ്റൂറും മഖ്ബൂലും അല്ലാതെ പരാജയം നേരിടുകയും ചെയ്യുകയാണ്. അപ്പൊ സ്ത്രീ എന്ത് ചെയ്യണം? മുഖം തുറന്നു വെക്കേണ്ടതാകുന്നു ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ. അതിനാണ് നമ്മൾ ആദ്യമായി പറഞ്ഞത് യുസ്തഹബു സുന്നത്താക്കപ്പെടുന്നതാണ് ലിൽ മർഅത്തി പെണ്ണിനിക്ക് അൻ തഖളിബ വജ്ഹഹ അവളുടെ മുഖത്ത് ചായം കൊടുക്കുക ബിൽ ഹിന്ന മൗലാഞ്ചിയോ അതുപോലെയുള്ള കളറുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് മുഖത്തൊന്ന് പൂശുക, അത് അവൾക്ക് സുന്നത്താകുന്നു. സവാവും ഫീഹി ഈ ചായം കൊടുക്കുന്നതിൽ സമമാണ് അൽ മർഅത്തുൽ മുസവ്വജത്തു കെട്ടിക്കപ്പെട്ടതായിരിക്കുന്ന പെണ്ണ് സമമാണ്, വഗൈറുഹ അല്ലാത്തവളും വല്ലജൂസു ആരായിരുന്നാലും ഉള്ള പ്രായം കൂടിയതായിരിക്കുന്ന തള്ളയും അതുപോലെ ചെറുപ്പക്കാരെയും പിന്നെ കല്യാണം ചെയ്തവളും അല്ലാത്തവരും സമം. എന്തിനു വേണ്ടിയാ ഇത് ചെയ്യുന്നത്? ലിതസ്തുറ വജ്ഹഹ അവളുടെ മുഖം പെട്ടെന്ന് ആളുകളുടെ ദൃഷ്ടി അവളിൽ പതിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മറക്കാൻ അങ്ങനെ ചെയ്യാം. ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പെട്ടെന്ന് നോക്കിയാൽ ഒന്നും കൂടി നോക്കുക എന്നുള്ളത് ഉണ്ടാവരുത്. നോട്ടമാർക്കും സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്നദറു സഹ്മും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പാടില്ലാത്തൊരു വസ്തുവിലേക്ക് നോക്കുക, പ്രത്യേകിച്ച് ഒരു പെണ്ണിലേക്ക് നോക്കുക. ഖുർആൻ തന്നെ മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, യഗ്ളൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളെ കണ്ണടക്കണം, ഹറാമ് കാണുന്നതിൽ കണ്ണടക്കണം. അങ്ങനെ ഒരാൾ കണ്ണടക്കാതെ വീണ്ടും അതിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ അത് സഹ്മും മസ്മൂമുൻ വളരെ വിഷം കലർന്നതായ ഒരു അമ്പാകുന്നു, വിഷത്തിൽ ഊട്ടപ്പെട്ടതായിരിക്കുന്ന ഒരു അമ്പാകുന്നു. ഫമൻ തറക്കഹ ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ ലിഖൗഫിൻ മിനല്ലാഹ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ ഉപേക്ഷിച്ചാൽ വജദ ഹലാവത്തൽ ഈമാനി ഫീ ഖൽബിഹി അവന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ രസങ്ങളും ആനന്ദങ്ങളും അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ആ സമയത്ത് ഉളവാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവന്റെ മനസ്സിൽ അപ്പൊ തന്നെ അല്ലാഹു നല്ലൊരു നേരം പോക്ക് ഒരു സമാധാനം ഇട്ടുകൊടുക്കും. എന്തിനാ ഇത് ഉപേക്ഷിച്ചത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു അന്യ പെണ്ണിനെ നമുക്ക് നോക്കാൻ പാടില്ലാത്തൊരു പെണ്ണിനെ കണ്ടാല് ഒറ്റ നോട്ടം നോക്കും. ലാ തുത്ബിൻ നദറത്തുൽ ഊലാ ഒറ്റ നോട്ടത്തോടെ നീ തുടർത്തണ്ട, രണ്ടാമത്തെ നോക്കണ്ടാന്ന്. ആണാ പെണ്ണാ പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോ ഒന്നങ്ങോട്ട് നോക്കി പേര് പെണ്ണാണെന്ന് കണ്ടാ അങ്ങോട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല, പിന്നെ അങ്ങോട്ട് നോക്കണ്ട. അതേ സമയത്ത് നോക്കൽ ഹലാലാവുന്ന വഴികളൊക്കെ പല സ്ഥലങ്ങളിൽ, കച്ചവട സ്ഥലങ്ങളിൽ, അതുപോലെ വല്ല സാക്ഷി നിൽക്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ കല്യാണം കഴിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് നോക്കാം. അത് ശറഅ് അനുവദിച്ചതാ. ഒരു പെണ്ണാണ് മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നത്, അവിടെ നിന്ന് സാധനം മേടിക്കൽ പിന്നെ കൂടാതെ കഴിയയില്ല. അപ്പൊ ആ പെണ്ണിന് പൈസ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴൊക്കെ മുഖത്ത് നോക്കേണ്ടി വരുന്നു. അതൊന്നും നമുക്ക് ഇത് പ്രശ്നത്തിൽപ്പെട്ടതല്ല. എന്നാലും ആവശ്യത്തിന്റെ കതിർ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതുപോലെ സാക്ഷി നിൽക്കേണ്ട സമയങ്ങളിൽ, അതുപോലെ കല്യാണ സമയങ്ങളിലൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ അല്ല. അപ്പൊ ഇഹ്റാമിന്റെ സമയങ്ങളിൽ നാം അവളുടെ മുഖം പുറത്തേക്ക്, മുഖത്തിന്റെ തൊലി അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന തൊലി പുറത്ത് വരാതിരിക്കാൻ വേണ്ടി അല്പം ഒരു കളർ കൊടുക്കൽ സുന്നത്താണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് സ്ത്രീകൾക്കത് ആവാം, അത് സുന്നത്തായ ഒരു കാര്യമാണ്. നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. ഏതായിരുന്നാലും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ മുഖം മൂടുക എന്നൊരു വസ്തു കൊണ്ട്, നിങ്ങളുടെ തലയിലുള്ള തട്ടത്തിന്റെ തല കൊണ്ടോ അതല്ലെങ്കിൽ ബുർഹയുടേതായിരിക്കുന്ന നെറ്റ് കൊണ്ടോ മൂടി കൊണ്ടോ പർദയുടേതായ മൂടി കൊണ്ടൊന്നും മൂടാൻ പറ്റുകയില്ല. അതേ സമയത്ത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊത്തി മൂടി, രണ്ട് കൈ മുഖത്തവിടെ വെച്ചു ഒരു അന്യ പുരുഷനെ കണ്ടതായിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തുള്ള വല്ല പെണ്ണുങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. മേലിലുള്ള പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ. ഇതൊന്നും ജീവിതത്തിൽ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു അന്യ പെണ്ണിനെ ആണിനെ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മുഖത്ത് പറ്റിയ പെണ്ണുങ്ങൾ ഈ ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവാൻ ഒരു സാധ്യത അവിടെ കാണുന്നില്ല. ഈ ഇരിക്കുന്ന ആണുങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പെണ്ണുങ്ങളിൽ അങ്ങനെ അനുഭവം ഉണ്ടോ? അതും ഉണ്ടായിട്ടില്ല. പക്ഷേ ചെയ്യാം, യാതൊരു വിരോധമില്ല. ചിലപ്പോ ലജ്ജ കൊണ്ടിട്ട്, ലജ്ജയും ഇപ്പൊ പോയല്ലോ, അവസാനമായിട്ട് ഉയർത്തപ്പെടുന്ന ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട ഒന്നാണ് ലജ്ജ, നാണം എന്നുള്ളത് പോയി. ഇപ്പൊ നാണമില്ല, മാനമില്ല, ഈ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ള ജീവിതം ഉള്ളത്. ഏതെങ്കിലും അവിടെ ഇവിടെയൊക്കെ വല്ല ചുരുക്കം ആളുകൾക്കുണ്ടെങ്കിൽ ആ നാണം പ്രവർത്തിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയുമില്ല. അപ്പോ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ചെറുപ്പക്കാർ പണ്ട് നമ്മുടെ ഉസ്താദന്മാരൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് പറഞ്ഞു, ഒരു പെണ്ണ് ഒരാണിനെ കണ്ടപ്പോ നാണം കൊണ്ട് എന്ത് ചെയ്തു, ഒരു വഴിക്ക് ഒറ്റക്ക് പോവാ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവളെ കെട്ടാലോചിച്ച പുതിയാപ്പിള അങ്ങനെ വരണ്ട്. അപ്പൊ ആരോ പറഞ്ഞ അയാളെ കൊണ്ട് തന്നെ കല്യാണം ആലോചിച്ചത്. ഇവൾക്ക് ആകെ നാണായി, മറിഞ്ഞു പോകാനോ ഓടിപ്പോകാനോ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഉടുത്ത തുണി കൊണ്ട് ഇങ്ങോട്ട് പൊന്തിച്ചിട്ട് മോറ കുത്തി. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേന്ന്. പെണ്ണെന്ത് ആള് മറന്നെന്ന്. ഈ നാണം കൊണ്ട് ഞാൻ ഉടുത്തതായിരിക്കുന്ന എന്റെ വസ്ത്രം കൊണ്ട് പൊക്കിയിട്ടാണ് മുഖം മൂടിയത്. അപ്പൊ അതിനേക്കാട് ഡേഞ്ചറാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഈ സാധു മറന്നുപോയിന്ന്, നാണത്തിന്റെ കടുപ്പം കൊണ്ട്. അങ്ങനത്തെ നാണങ്ങളൊന്നും ഇപ്പൊ ഇല്ല.
ഇപ്പൊ നാണം എന്ന് പറഞ്ഞാൽ വല്ല സാലിഹ്യങ്ങളായ വല്ല പാവപ്പെട്ടതായിരിക്കുന്ന പ്രായമെത്തിയ വല്ല പണ്ഡിതന്മാർക്കോ അതുപോലെ വല്ല പ്രായമുള്ള തന്താർക്കോ തള്ളാർക്കോ ഒക്കെ ഉണ്ടാകുക എന്നല്ലാതെ സാധാരണതായിരിക്കുന്ന ചെറുപ്പക്കാർക്കൊന്നും നാണം എന്ന് പറയുന്ന വിഷയം പറ്റപ്പോയി. അത് ഈമാനിന്റെ പ്രധാനമായ ഒരു ശാഖയാണ്. നമ്മൾ പറഞ്ഞു പോലെ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ശുഅബത്തും മിനൽ ഈമാനാണ്. ഹയാ എന്ന് പറഞ്ഞാൽ ഇൻഖിബാലുൻ നഫ്സി അമ്മാ യുക്റുഹു, അതായത് അള്ളാഹു അവന്റെ റസൂലും സാലിഹ്യങ്ങളും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അവനക്ക് മടുപ്പ് വരിക, പിന്തിരിയാനുള്ളതായിരിക്കുന്ന ഒരു ബോധം അവനുണ്ടാവുകയും അവനെ സ്വന്തമായ മനസ്സുകൾ പിന്തിരിപ്പിക്കുന്നതായ ഒരു രൂപം അവനിൽ ഉണ്ടാവുക. അതാണ് ഇൻഖിബാലുൻ നഫ്സ്, അതായത് ഹയാ എന്ന് പറയുന്നതെല്ലാം പോയി. അപ്പൊ അതുകൊണ്ട് ആ പെണ്ണവളുടെ മുഖത്തേക്ക് ചേർത്തി മൂടുക എന്ന് പറയുന്ന അവളുടെ കയ്യിലുള്ള തട്ടം കൊണ്ടോ ടവല് കൊണ്ടോ അതൊന്നും സംഭവിക്കാൻ പറ്റുകയില്ല. പിന്നെ എന്ത് ചെയ്യാം? ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ പെണ്ണിനക്ക് അന്യപുരുഷന്മാരെ ശ്രദ്ധിക്കാന്നുള്ളത്. അപ്പൊ ഇത്രയും കോടാനക്കോടി അല്ലെ ലക്ഷക്കണക്കായിരിക്കുന്ന ആളുകൾ പോകുന്ന ഈ ലോക സമ്മേളനത്തിന്റെ മധ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് ആരെ കൊണ്ടാണ് ശ്രദ്ധിക്കാൻ കഴിയുക എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്കെല്ലാം കഴിയും. എനിക്കൊരു ചെറിയൊരു അനുഭവമുണ്ട്. നാട്ടിൽ നിന്ന് 76 ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ പൊന്നാനി പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, പറഞ്ഞോളി കൂലിയിട്ടും വലിയ മഹാനാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ മകളും ഭർത്താവും ഞങ്ങളുടെ കൂടെ കപ്പലിൽ ഹജ്ജിനുണ്ടായിരുന്നു. ബോംബെയിൽ എത്തിയതിന് ശേഷം അങ്ങനെ സംഭവം ഇവരുള്ളതൊക്കെ ഞങ്ങൾ അറിയാം. അങ്ങനെ കപ്പലിൽ അതിനിരിക്കാനും കിടക്കാനുള്ളൊരു സ്ഥലം പറ്റ മൂടി ആ കർട്ടനിട്ട് ആർക്കും ഉള്ളിലേക്ക് യാതൊരു നോട്ടവും എത്തുകയില്ല. ആ പെണ്ണ് ജനങ്ങളൊക്കെ ഒതുങ്ങിയ സമയത്ത് മാത്രമാണ് മലമൂത്ര വിസർജനത്തിനോ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങുക. മിക്കതും രാത്രി ഉണ്ടാവാല് എന്ന് പറയപ്പെടുന്നു. ഞങ്ങൾ ആരും കണ്ടില്ല. 9 ദിവസത്തോളം കപ്പലിൽ പോകുമ്പോൾ കഴിഞ്ഞുകൂടി. അവിടെ എത്തിയപ്പോൾ അടുത്ത റൂമായിരുന്നു. അങ്ങനെ മീനായിൽ പോയി. ഈ സമയത്തൊന്നും ഇത് പെണ്ണാണ്, ഇതാകെ മൂടിയിട്ട് അതിനെ കാണാൻ കഴിഞ്ഞില്ല. എവിടുന്നാണ് ഇത് ശ്രദ്ധയ്ക്ക് തുടങ്ങിയത്? പൊന്നാനിന്ന് പുറപ്പെടുമ്പോൾ തന്നെയുള്ള ശ്രദ്ധയാണ്. ഇന്നത്തെ പോലെ 10 ദിവസമോ 12 ദിവസമോ 1 മാസം അല്ല. അന്ന് ഹജ്ജിന് പോയത് 3 മാസങ്ങളൊക്കെയാണ് സമയങ്ങളുള്ളത്. അങ്ങനെ ചുരുക്കം പറയുക, ആ പെണ്ണിനെ മീനായിൽ വെച്ച് കാണാതായി. മീനായിൽ വെച്ചിട്ട് കൂട്ടം തിരിഞ്ഞു പോയി. കൂട്ടം തിരിഞ്ഞു പോയതിനെ നമ്മൾ കണ്ടാലറിയോ? മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ കണ്ടാലറിയാ. ആകമാനം കഷ്ടപ്പെട്ടു. ഇയാൾ ബേജാറായി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഏതോ ഒരു മലയാളക്കാരുടെ അറഫ കഴിഞ്ഞതിന്റെ ശേഷം ഒരു മലയാളക്കാരുടെ ടെന്റിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് അന്വേഷിച്ചു. എന്റെ ഭർത്താവ് പോയിട്ടാ കണ്ടുപിടിച്ചത്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇതിനെ കാണാൻ പറ്റിയിരുന്നില്ല നേരത്തെ, അതുകൊണ്ട് അറിഞ്ഞില്ല. അതോടുകൂടെ ഈ പെണ്ണുങ്ങൾക്ക് അത് മുഴുവനും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങളുണ്ട്. അത് 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ വിത്ത്, ആ ജാതി വിത്താണ്. അപ്പൊ അതിനത് കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ സന്താനങ്ങൾക്ക് എല്ലതും ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ പഴയ ഉമ്മാമ്മമാർ ഉപ്പാപ്പന്മാരൊക്കെ പറയും ആലിന്റെ ചുവട്ടിൽ ആല് മുളക്കൂലാം. അത് കാക്കയും പിന്നെ പരുന്തൊക്കെ കൊത്തിയിട്ട് എവിടെയും കൊണ്ടുപോയിട്ട് മുളക്കാം. അതായത് നല്ല മനുഷ്യന്മാർക്ക് നല്ല മക്കളുണ്ടാവാൻ ചിലപ്പോൾ വളരെ കുറവാണ്. നാട്ടിലൊക്കെ വലിയ വലിയ മൂല്യന്മാരെ മക്കളൊക്കെ വെറുതെ കച്ചറ പിടിച്ചിട്ട് ലോകത്ത് സർവ്വ കുഴപ്പമുണ്ടാക്കി നടക്കണം. എത്ര ആളുകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെല്ലാവരുടെയും മക്കളെ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നല്ല റാഹത്തായിരിക്കുന്ന ജീവിതം അവർക്ക് കൊടുത്ത് സൽസ്വഭാവം സൽക്കർമ്മികളുമായി അവരെ വളർത്തുകയും അവസാനം നന്നായി നമുക്ക് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരുമാറാവട്ടെ. നന്നാവാൻ മൂല്യരാവെന്നുള്ള ചെറുത്തൊന്നുമില്ല. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മൂല്യരായ നന്നാവും അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ലൊരു സ്വഭാവത്തിലും നല്ലൊരു രീതിയിലും ഒരു നീതി മര്യാദ ഒക്കെ ഉണ്ടാവില്ല. അതന്നെയാണ് നല്ലത്. അല്ലാതെ വലിയ തങ്ങളായ ഹോജായ തലയെക്കെട്ടും കുപ്പായം കണ്ണാടെന്നും വെച്ചുകൊണ്ടുന്നത് നന്മയുടെ ചെറുത്തിൽപ്പെട്ട ചെറുത്തൊന്നുമല്ല. അതെല്ലതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതും നന്നായി എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ബാഹ്യമായ രൂപങ്ങൾ നന്നാക്കണമെങ്കിൽ എന്താവണം? ആന്തരികമായ രൂപങ്ങൾ കൂടി നന്നാവാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആയിക്കോളും. ഞങ്ങൾ കോളേജിൽ പഠിച്ചിട്ട് പട്ടിക്കാട് കോളേജിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന സമയത്ത് മഹാനാ ഷെയ്ഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ അവർക്ക് ഞങ്ങളോടൊരു നിർദ്ദേശം തരികയുണ്ടായി. ഉപദേശം. മൂപ്പര് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മുഖത്ത് നോക്കാൻ തന്നെ കഴിയും. അത്ര വലിയ ശൂരതയുള്ള ഒരു മുഖമാണ്, സിംഹത്തിന്റെ മുഖമാണ്. പക്ഷേ അപ്പൊ കുട്ടികളുടെ മാതിരി ഒരുപാട് ഉപദേശം ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ മക്കളെ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാഹ്യമായ രൂപം നിങ്ങൾ നന്നാക്കണം. നിങ്ങളുടെ കുപ്പായും നിങ്ങളുടെ ഷർട്ടും നിങ്ങളുടെ തലയെക്കെട്ടും ആരുടെ മുമ്പിൽ പോയി അഴിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്കത് അഴിക്കേണ്ട ഗതികേട് വന്നാൽ തന്നെ നിങ്ങൾ അഴിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബാഹ്യമായ രൂപത്തിൽ നിങ്ങൾ വളരെ തീവ്രവാദവും ശക്തി നിങ്ങൾക്കുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിനും ആ ശക്തികളും മാറ്റുകളും കൂട്ടിത്തരുമെന്ന് മഹാനവറുകൾ പറഞ്ഞത് ഇന്നും ഞാൻ ഏത് സമയത്തും അങ്ങനെ ഓർക്കുകയാണ്. അള്ളാഹു അവരുടെ ഖബർ സ്വർഗത്തിന്റെ ഭവനമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ കിടക്കുന്ന സ്വർഗത്തിൽ നമുക്കും കൂടി സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല അവരെല്ലാവരുടെയും മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് ഇനി മുഖം മൂടാനുള്ളതായിരിക്കുന്ന ഒരു വഴി ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവരെ തലയിൽ എന്ത് ചെയ്യാം? ഒരു തൊപ്പി പോലെയുള്ള സാധാരണ നമ്മൾ ചെറുപ്പക്കാരൊക്കെ വെച്ച് പോവുകയാണ്. അതുപോലെ തണുപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ചട്ടത്തൊപ്പി തപ്പി വെച്ചാൽ അതിന്റെ ഒരു ചട്ട ഇങ്ങനെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്നു.
അപ്പോ ഇവര് ധരിച്ചതായിരിക്കുന്ന മക്കനയുടെ ഒരു സൈഡ് അല്ലെങ്കിൽ ബുർഹയുടേതായ നെറ്റ് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടാല് മുഖത്തേക്ക് അത് ചേർന്ന് കിടക്കുകയില്ല. അതിങ്ങനെ ഒഴിഞ്ഞിട്ട് നമുക്ക് കാണാനും മറ്റുള്ളവരെ കാണണ്ട, നമുക്ക് കാഴ്ചക്ക് ഒരു തടസ്സമില്ല, നടക്കുന്നതിന് തടസ്സമില്ല. മുഖമാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ നോക്കിയാൽ കാണുകയുമില്ല. ഇത് നമുക്ക് ഹജ്ജിന് പോകുന്ന പെണ്ണുങ്ങൾക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല. സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്ന ആളുകൾ ആട് അങ്ങാടി പോകാന്ന് പറയും. ആട് അങ്ങാടി പോയാൽ നിലവാരം അറിയാനല്ല പോകുന്നത്. ആട് വായക്കട പോലെ പെറുക്കി തിന്നാനാ പോകുന്നത്, കച്ചറ തിന്നാനാ ആട് പോകുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം അള്ളാഹുത്തല വാരി വെതറിയിട്ട് അള്ളാഹിന്റെ മുഅ്മിനീങ്ങളായ സാലിഹ്യങ്ങൾ ഇവിടെ വാരി കൊണ്ടുപോയിട്ടുണ്ടോ അതിന്റെ ഒരു ഓഹരി വാരി പോരണം. നമുക്ക് അതിനെന്ത് വേണം? നമുക്ക് അതിനുള്ളതായിരിക്കുന്ന ഒരു പക്വതയും പാകതയും അതിനുള്ളതായിരിക്കുന്ന ഒരു വാസനയും നമുക്കുണ്ടാവണം. എന്തെങ്കിലുമൊക്കെ കേട്ട് അതൊക്കെ പാര കൊണ്ട് കഴിയാനാണ്, അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് സാധിക്കുന്ന കാര്യമല്ല, എല്ലാം സാധിക്കും. സാധിക്കാത്തൊരു കാര്യവും അവിടെ ഇല്ല. അതുകൊണ്ട് പ്രത്യേകമായി സ്ത്രീകൾ, ഹജ്ജിന് പോകുന്ന സ്ത്രീകൾക്ക് ഈ ശ്രദ്ധാവലയിൽ ഉണ്ടാവണം. അപ്പൊ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ തല മറക്കാൻ പറ്റുകയില്ല. പെണ്ണുങ്ങളാണെങ്കിൽ അവരെ മുഖം ഒരു കാരണവശാലും മറക്കാൻ പറ്റുകയില്ല. അതായത് ബിമായുസമ്മാ സാത്തിറൻ, ഞാൻ ഈ പറഞ്ഞതായ മക്കന, തട്ടം, കടലാസ്, അതുപോലെ തന്നെ ഇല പോലെയുള്ളതൊന്നും കൊണ്ട് മറക്കാൻ പറ്റുകയില്ല. അതേ സമയത്ത് രണ്ട് കൈ കൊണ്ട് ഒത്തിപ്പിടിക്കുക എന്നുള്ളത് സ്ഥിരമായി നമുക്ക് മറക്കാൻ ഒരാവശ്യം ഇവിടെ വരുന്നില്ല. അത് മറച്ചാൽ തന്നെ അതുകൊണ്ട് കുഴപ്പമുള്ള കാര്യവുമല്ല, അത് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതുമല്ല. പിന്നെ മഹാനവറുകൾ പറയാണ്, വെള്ളം കൊണ്ട് ഒരാൾ പോയി വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങി ഇഹ്റാം ചെയ്തിട്ട് തലയും മറിഞ്ഞു മുഖമൊക്കെ മറിഞ്ഞു, അതൊന്നും ഒരു മറക്കുക എന്നുള്ള വസ്തു അല്ലാത്തത് കൊണ്ട് അതൊന്നും വിരോധമുള്ള കാര്യമില്ല. അതൊന്നും നമുക്ക് പ്രായോഗിക സമയങ്ങളിൽ ആകുന്നത് സംഗതിയുമല്ലല്ലോ. പിന്നെ ഹൈമ, അവിടെ ഹൈമകളുണ്ടാവും. പഴയ ഹൈമ അല്ല ഇപ്പോൾ ഹൈമ ഉള്ളത്. ഇപ്പൊ പുതിയതായിരിക്കുന്ന ടെന്റുകളാണ് അവിടെ ഉള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയതായ തീപിടുത്തത്തിന്റെ ശേഷമായി ഇപ്പൊ പെർമനന്റ് ഹൈമകളാ, ടെന്റുകളാണ് അവിടെ ഉള്ളത്. നല്ല വിശാലമായ നല്ല ഉയരങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് താൽക്കാലികമായി തുണി കൊണ്ടുപോയി കെട്ടലാ. ആ തുണി കെട്ടിയാല്, ചെറിയ ഒരു തുണിയിൽ കെട്ടിയാല് അവര് മുത്തവ്വിഫുമാര് പറയും ഇതിൽ ഇത്ര ആൾക്ക് ഇരിക്കാം. അതൊക്കെ തന്നെ പറച്ചിലൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത്ര ആൾക്ക്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 3, 4, 5 ആളുകൾക്ക് ഇരിക്കാൻ കയ്യും കാലൊക്കെ നീട്ടി നമ്മളുടെ ആ തൃപ്തി പ്രകാരം ഒരു 4, 5 ആൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ മുത്തവ്വിഫിന്റെ കാറിൽ ഉണ്ടാവും ഇതിൽ 12 ആള് കിടക്കണം. എന്താ ചെയ്യാ? ചൂടാൻ യാതൊരു നിവൃത്തിയില്ല. റൂമിലാണ് നമുക്ക് ചൂടാവാറുന്നത്. ഇതിപ്പോ ചൂടായിട്ടൊന്നും ചെയ്യാറില്ല. എവിടെ കിടക്കാനാ? എന്ത് ചെയ്യാനാണ്? അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഓരോ നിവൃത്തിയില്ല. രക്ഷ വേണ്ടേ? അതിലങ്ങോട്ട് ഒതുങ്ങിയിട്ട് പിന്നെ എന്തോ ഒരു അത്ഭുതം. അങ്ങനെ എല്ലാവരും ആ ചെന്ന പാടൊക്കെ കൂടി ആ വണങ്ങോട്ടൊക്കെ കണ്ണും പുറക്കൊക്കെ കറുത്ത് പിടിച്ച് വേദാരം പിടിച്ചൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് സമയങ്ങൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറുകളായിട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അവിടെ കിടന്നിട്ടുണ്ടാവും. എല്ലാവരും അവിടെ കിടന്നിട്ടുണ്ടാവും. ഉള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. കയ്യും കാലൊക്കെ അങ്ങോട്ട് തട്ടാൻ പാടില്ല, തൊടാൻ പാടില്ല. തൊട്ടാൽ കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുണ്ടല്ലോ, അതൊക്കെ മീനിലെത്തിയാൽ അയിത്തൊക്കെ പോകും, ആണിന്റെയും പെണ്ണിന്റെയും ഒക്കെ. പിന്നെ അങ്ങോട്ട് തട്ടലും ഇവിടെ ചവിട്ടലും, അവിടെ പോയിട്ട് ഒരാൾ ബാത്റൂമിൽ ഒലുണ്ടാക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിനടുത്തൊക്കെ പോയിട്ട് വരുമ്പോ നനഞ്ഞ കാലം കൊണ്ട് ഇവന്റെ ബെരിപ്പില് ബെഡിൽ ചവിട്ടല, ഇവന്റെ ഇസ്ത്ര ബെഡ്ഷീറ്റിൽ ചവിട്ടൽ, ഇതൊക്കെ ഒരു കുറച്ച് സമയങ്ങളൊക്കെ ഒന്ന് ചൂടായി നോക്കും. പിന്നെ ഒന്നും ചൂടായിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയെന്ന് മനസ്സിലായ അതങ്ങോട്ട് അവസാനിക്കും. വലിയൊരു പരീക്ഷണത്തിന്റെ സ്ഥല. ഇപ്പൊ വലിയ സുഖമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ പോകുന്ന ആളുകൾ വിചാരിക്കുക പിന്നല്ലേ മുമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാകുക, ഇതന്നെ ഇപ്പൊ നമുക്ക് വേണ്ടത്ര സൗകര്യം. പിന്നെ മുമ്പത്തെ ആള് പറയാണ്ടോ? ഹജ്ജൊക്കെ കഴിഞ്ഞു പോന്നിട്ട് മാസങ്ങളോളം അവന്റെ പുറത്തെ പാട് പോയിട്ടുണ്ടാവില്ല. കുണ്ടുകൂടിയൊക്കെ കല്ലിലാണല്ലോ കിടക്കുക. അതേ സമയത്ത് ഇപ്പൊ നല്ല മിനുസമുള്ളതായ കല്ലുകളൊക്കെ വിരിച്ചു. പിന്നെ വൃത്തികേടുകളും അഴുക്കുകളൊന്നുമില്ല. അതിന്റെ ഉള്ളിലായിട്ട് നല്ല കാറപ്പറ്റുകൾ ഈ മുത്തവ്വിഫുമാരുടെ വക വിരിച്ചു. അതിന്റെ മീതെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഹജ്ജ് എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ എല്ലാവരും ഹജ്ജ് കമ്മിറ്റിക്കാരും ഔക്കാഫിന്റെ ആളുകളൊക്കെ തന്നെ പത്രത്തിലൊക്കെ എഴുതി വിടേണ്ട ആജിമാരുടെ സൗകര്യവും ആരോഗ്യവുമാണ്. അതുകൊണ്ട് 5 കിലോമീറ്റർ ദൂരെ പോയിട്ട് നിങ്ങൾ റൂം എടുത്താലും ഓർക്ക് സുഖസുന്ദരമാണ്. നല്ല ബ്ലാങ്കറ്റുകൾ കൊടുത്തിട്ട് നല്ല വിശാലമായ കട്ടിലുകളും നല്ല കട്ടിയുള്ളതായ കിടക്കകളും കിടക്കട്ടെ, അവർ വിശ്രമിക്കട്ടെ, അവർ ഉറങ്ങട്ടെ, വേറുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. അവർ തിരിച്ചു വന്നാൽ പള്ളിയിലും ജമാഅത്തിന് കൂടി ഒരാൾ എന്ന് പറയുമ്പോൾ ലോകത്തെല്ലാവരും കൂടി അവിടെ കുരക്കല. അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവരുടെ തീരുമാനങ്ങൾ. അതേ സമയത്ത് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതായ പ്രധാനമായത് മീനാ മരുഭൂമിയിലുള്ള പർവ്വതത്തിന്റെ താഴ്വരയിലാണ്. ഇപ്പൊ അത് ചിന്തിക്കാൻ തന്നെ കഴിയില്ല, അത് ചിന്തിക്കാൻ തന്നെ നമുക്ക് പറ്റുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയായ റബ്ബിന്റെ മരുഭൂമി, ആ ഹറാമായിരിക്കുന്ന നാടുണ്ടല്ലോ, മഹ്റൂമായിരിക്കുന്ന മഹ്ഫൂളായിരിക്കുന്ന സ്ഥലം, അവിടെ എന്തെല്ലാം സൗകര്യങ്ങളൊക്കെയാണ് അള്ളാഹു തന്നതെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ തൃപ്തിപ്പെടുക. കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും തോറും നമ്മൾ മനസ്സിന്റെ വിഷമങ്ങൾ പഠിച്ചവനാ ഇത്രമാത്രം സൗകര്യങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ ആരാധനകൾക്ക് കോട്ടവും ക്ഷീണവുമാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വരുന്ന ഈ അമലുകൾ നിന്റെ മഹളായ പോതിലുകൊണ്ട് കബൂലാക്കണേ എന്ന് റബ്ബിനോട് ഇങ്ങനെ ദ്വാരന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ ഒരു പെണ്ണാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? അവളുടെ മുഖം മറക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. കൈ കൊണ്ട് മറക്കുന്നത് കൊണ്ട് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും യാതൊരു കുഴപ്പവുമില്ല.
ഇനി രണ്ടാമത് മറ്റൊരു കാര്യം, രണ്ടാമത്തതായിരിക്കുന്ന മുഹറമാത്തുകൾ. ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക, തത്വീബ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് ശരീരം, വസ്ത്രം, അവൻ ഉപയോഗിക്കുന്ന അവന്റെ ബെഡ്, വിരിപ്പ് പോലെയുള്ള സ്ഥലങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ ആരുമല്ലോ ഉണ്ടാക്കുന്നത്. അതെന്തിലായിക്കോട്ടെ, അവിടെ ശ്രദ്ധിക്കണ്ട. നിങ്ങളത് ശ്രദ്ധിക്കാൻ അറിയുമ്പോൾ നമുക്ക് എനിക്കൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങളാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പിന്നെ തത്വീബ് സുഗന്ധം ഉപയോഗിക്കുക. സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് പാടുള്ളതല്ല ഇഹ്റാമിന്റെ വേളയിൽ. അതാണ് നമ്മൾ ഒന്ന് ഹറാമാക്കിയത്. ഞാൻ ഈ സുഗന്ധം ഉപയോഗിക്കുകയില്ല. അഹറംതു ബിഹി, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഹറാമാക്കിയിരിക്കുന്നു, ഞാൻ സുഗന്ധം ഉപയോഗിക്കുകയില്ല. എൻ്റെ ശരീരത്തിലോ എൻ്റെ വസ്ത്രത്തിലോ ഞാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും ഞാൻ ഉപയോഗിക്കുകയില്ല. ഇതിൽ ആണും പെണ്ണും എല്ലാം സമന്മാരാകുന്നു. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് എല്ലാവരും സമന്മാരാകുന്നു. ഈ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സാധാരണ നമ്മുടെ അത്തറുകളോ അതുപോലെ സുഗന്ധത്തിന് ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളായിരുന്നാലും വേണ്ടില്ല. അതിൽ ഫവാക്കിഹി എന്ന് പറയപ്പെടുന്ന സാധനം ഒഴിവാകുന്നു. പഴവർഗ്ഗങ്ങൾ, ചില പഴങ്ങളൊക്കെ നല്ല വാസനയുള്ള പഴങ്ങൾ ഉണ്ടാവും. ഓറഞ്ചിയുടെ തോലൊക്കെ നല്ല വാസന ഉണ്ടാവുമല്ലോ, അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. നമ്മുടെ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അത് പഴം തിന്നുന്നു, അപ്പോൾ വാസന ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഭക്ഷണ സാധനങ്ങളിൽ വാസനയ്ക്ക് വേണ്ടി ചേർക്കുന്ന സാധനങ്ങളാണെങ്കിലോ അതിന്റെ സ്വയമായ ഒരു വാസന അനുഭവിക്കാൻ പറ്റുകയില്ല. നല്ല ബിരിയാണി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നാട്ടിലുണ്ടാകുമ്പോൾ നല്ല വാസനയ്ക്ക് വേണ്ടി എന്തെങ്കിലും എന്ത് ചെയ്തു, അത് ഉപയോഗിക്കുക, അതിൽ ചേർത്തുപോയി. എന്നിട്ട് ആ ഭക്ഷണത്തോട് കൂടി കലർത്തിയിട്ട് അത് തിന്നുകയാണ് വിരോധമല്ല. അതല്ല അതിന്റെ വാസനകൾ അതിന്റെ കയ്യിലൊക്കെ പിന്നെ അവശേഷിക്കുന്ന രൂപമാണെങ്കിലോ ആ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പോ ഇഹ്റാമിന്റെ വേളയിലാണ് ഞാൻ ഈ പറയുന്നത്. ഇഹ്റാമിന്റെ വേളയിൽ അത് കഴിക്കുന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ വാസന, സുഗന്ധവാസന എന്ന് പറയുന്നത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ദുർഗന്ധ വാസനകൾ തീരെ പറ്റുകയില്ല. അതിന് നമ്മൾ പറഞ്ഞല്ലോ, ആൽക്കോൾ ചേർന്നതായിരിക്കുന്ന സ്പ്രേ പോലെയുള്ള സാധനങ്ങൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് സുഗന്ധം തോന്നിയിട്ടുണ്ടെങ്കിലും അത് ആസ്വദിക്കുന്ന ആളുകൾ പലർക്കും അതിന്റെ ദുർഗന്ധമായിട്ടാണ് തോന്നുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തൊരു സാധനങ്ങൾ തിന്നുമ്പോഴും ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്കത് നല്ലതാണ്, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വാസന ഉണ്ടാവുകയില്ല. കുറച്ച് കഴിഞ്ഞാൽ വാസന തന്നെ ഉണ്ടാവുകയില്ല. ഒരു നേരം പോക്കി ഞാൻ പറയാ, ഒരു പെൺകുട്ടിനെ കടപ്പുറത്ത് കെട്ടിച്ചു. കടപ്പുറത്തേക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ചു. ചെന്ന് നോക്കുമ്പോ പുസ്ലാമര മീനിന്റെ ഇടപാടാ അവർക്ക്. ഈ ചെന്ന് അന്വേഷിക്കാൻ ചെന്നവർ അപ്പൊ തന്നെ അഭിപ്രായപ്പെട്ടു, ഇവിടെ ഈ പെൺകുട്ടി ഒന്നാ നിൽക്കില്ല, കാരണം വാസന, മീനിന്റെ വാസന ശക്തിയാ. ഏതായാലും വെള്ള തുക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോ ജീവിക്കാനൊക്കെ അല്ല സുഖ. അങ്ങനെ പെൺകുട്ടിയെ കെട്ടിച്ചു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, പിന്നെ ഞാൻ തിരിച്ചു പോരുകയാണ്. വാസന എവിടെ നോക്കിയാലും മീനിന്റെ വാസന, അകത്തും പുറത്തും പാത്രങ്ങളും ബെഡ് എല്ലാം മീനിന്റെ വാസന. ആ വീട്ടുകാർക്ക് വലിയ പ്രശ്നമുണ്ടില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, മോളെ ഏതായാലും കാര്യങ്ങളൊക്കെ നടന്നില്ല, 2-3 ദിവസം ഇവിടെ നിൽക്ക്, ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഒന്നുകിൽ വീട് മാറിയ സ്ഥലം മാറി എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ പിറ്റേ ദിവസം എന്ത് ചെയ്തു, കുട്ടിനെ അന്വേഷിച്ച് സമാധാനിപ്പിക്കാൻ ചെന്നപ്പോഴും പറഞ്ഞ് വാസനക്ക് ഒരു കുറവൊന്നുമില്ല, എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഏതായാലും ഒരു 4 ദിവസം കൂടി ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ കുട്ടി പറഞ്ഞ് ഇവിടെ യാതൊരു വാസനയില്ല, ഇവിടെ ഇപ്പൊ തീരെ വാസന ഇല്ല. എന്തേ? വാസന ഇപ്പോഴും ഉണ്ട്, അതിൽ ലയിച്ചു പോയി. ആ വാസന കൊണ്ട് അതിന്റെ മൂക്കൊക്കെ അടഞ്ഞു പോയി. ഇപ്പൊ നല്ല സുഗന്ധം അപ്പൊ അവിടെ ഉള്ളത്. അപ്പൊ ദുർഗന്ധമായിരിക്കുന്ന സാധനമാണെങ്കിലും അതങ്ങോട്ട് പരിചയപ്പെട്ടപ്പോൾ അതിന്റെ വാസന പറ്റ ഇല്ലാതെയായി പോയി. അപ്പോ ഇതുപോലെയുള്ള ഈ സ്പ്രേ പോലെയുള്ള ഉപയോഗിക്കുന്ന സാധാരണ സ്ഥിരമുള്ളതായ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് നല്ല വാസനയായിട്ടല്ലാതെ കൊണ്ട് ചീത്തതാണെന്ന് ആര് പറഞ്ഞാലും സമ്മതിക്കാൻ കഴിയില്ല. അതിൽപ്പെട്ടതാണ് ശുറുബുദ്ദുഹാന്. ജൽബുദ്ദുഹാനി ആദത്തുൽ ഇൻസാനി ലാ തഫഅലു മിൻ മസ്ജിദിർ റഹ്മാനി. പഠിക്കണ കാലത്ത് മുത്തഅല്ലിമുകൾ പറയാറുണ്ട്, ആൾക്കാരെ നിങ്ങൾ ഈ ജൽബു ദുഹാൻ എന്ന് പറയപ്പെടുന്ന പുകവലി എന്നുള്ളത് സാധാരണ വൃത്തികെട്ട മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അള്ളാഹുടെ പള്ളിയിൽ വെച്ച് നിങ്ങൾ പുകവലിക്കരുത് മനുഷ്യന്മാരെ. ഒരു പാട്ട് കെട്ടിയതാ. പുകവലിക്കുന്ന മനുഷ്യന്മാർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ അഡ്വാൻസായി ശ്രദ്ധിച്ചു വെക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ദുർഗന്ധമാണ്. നമ്മളത് സുഗന്ധത്തിന് ഉപയോഗിക്കുന്നതല്ല, നമ്മൾ ആശ തീരാൻ വേണ്ടി ഒരു വികാരത്തിന് ഉപയോഗിക്കണ. പല മനുഷ്യന്മാർക്ക് പലതുമായിട്ടുള്ള വികാരങ്ങളാണല്ലോ. പുകവലിക്കുന്നവര്, അതുപോലെ മുറുക്കുന്ന ആളുകള്, പിന്നെ വേറെന്താ സാധനം, മൂക്കിന്റെ ഉള്ളിലേക്ക് ഒരു പൊടി, മൂക്കിന്റെ ഉള്ളിലേക്ക് പൊടി വലിക്കുക. ഈ പൊടി വലിക്കുന്ന ആളുണ്ടാവും. ഒരു സൽക്കാരത്തിൽ ഒരാൾ പോയപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി എന്താ കുടിക്കുന്ന സമയത്ത് മുളകിന്റെ പൊടി, ചെമ്മീന്റെ പൊടി കൂടി പൊടിച്ചു കൊടുക്കുന്ന വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ അവസ്ഥയിലെത്തി ചെയ്തെടുത്തിട്ട് ഒരു വലിയ എന്തായിരിക്കും അതിന്റെ ഹാല്? എന്താ നിങ്ങൾ ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമല്ലേ? ഇതുപോലെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പൊക്കെ ഈ ഒസാമാരൊക്കെ വീട്ടിലൊക്കെ വന്ന് മുടി അളഞ്ഞ കാലത്ത് ഈ കത്തി ഇങ്ങനെ അണഞ്ഞിട്ട് ഇതുപോലെ ഈ പൊടി ഒന്നും ഇങ്ങനെ ഇട്ടിട്ടൊന്ന് തിരുമ്പിയിട്ട്
അതും അത്ര നല്ലതല്ല, അതിന്റെ വാസനയും മോശ. അതുകൊണ്ട് ഈ ജൽബുദ്ദുഹാൻ എന്ന് പറയപ്പെടുന്ന ഈ സ്വഭാവം മാറ്റിവെക്കണം. അതിന്റെ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഈ പാക്കറ്റിന്റെ മുകളിൽ തന്നെ എഴുതുകയാണ് ഇത് വലിയ മാരക രോഗമാണ്, നശിപ്പിക്കുന്നതാണല്ലേ, ക്യാൻസർ ഉണ്ടാക്കി തീർക്കുന്നത് ഈ സാധനത്തിൽ നിന്നാണെന്ന് എത്രയോ ഡോക്ടർമാർക്ക് എഴുതി വിട്ടു. പക്ഷെ നമുക്ക് ക്യാൻസർ വന്നാലും വേണ്ടില്ല, ഞാനിത് വലിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ നിർബന്ധമായ പിടിവാശിയോടുകൂടെ അത് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാല് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുഗന്ധം പോലും ഉപയോഗിക്കുന്നതിനെ വിരോധിച്ചു. അതെല്ലാം ഉപേക്ഷിച്ചതായ ഒരു സന്ദർഭത്തിൽ പിന്നൊരു ദുർഗന്ധം ഇവൻ ഇത്രയും വലിയ ഇബാദത്തിന്റെ മധ്യത്തിൽ ഉപയോഗിച്ചാല് അവനെ സംബന്ധിച്ച് എന്താ നമ്മൾ വിലയിരുത്തുക? അത് ചെയ്യാതിരിക്കാനാ ഇപ്പൊ തന്നെ പറഞ്ഞു വെക്കുന്നത്. കുറേശ്ശെ ഈ ജീത്ത സ്വഭാവങ്ങളെ മാറ്റി എണ്ണങ്ങളെ കുറച്ച് കൊടുത്താല് നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണമാണ്. തന്നെയുമല്ല, നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന മലക്കുകളെ പറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വാനി ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ പരിശുദ്ധവാന്മാരായ മലക്കുകളാണ്. പക്ഷേ നല്ലത് ആസ്വദിക്കുന്നത് നല്ല ഇഷ്ടമാണ് മലായിക്കത്തുകൾക്ക്, നല്ലത് ആസ്വദിക്കുന്ന നല്ല ഇഷ്ടമാണ് മലക്കുകൾക്കുള്ളത്. മരിച്ചതായിരിക്കുന്ന മനുഷ്യന്റെ കബറിന്റെ അരികിൽ നല്ല സുഗന്ധവാസനകൾ കൊണ്ടുപോയിട്ട് വെച്ചു പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പനനീർ പോലെ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുപോയി ഒഴിക്കൽ സുന്നത്താണെന്ന് മഹാന്മാര് പറഞ്ഞതിന്റെ കാരണം അവർ പറയുന്നത്, അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളായ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ മോമിനീങ്ങളുടെ കബറിന്റെ അരികിലേക്ക് തസൂറുൽ മലായിക, മലക്കുകളുടെ സന്ദർശനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ തസ്തരീഹു മലായിക്കത്തുകളൊന്ന് റാഹത്തെടുക്കട്ടെ, മലക്കുകൾക്ക് വലിയ സന്തോഷമാണ്. അതേ സമയത്ത് ദുർഗന്ധമായ വാസനയുള്ള ഈ സാധനം ഉപയോഗിച്ചാൽ എന്തായിരിക്കും മലായിക്കത്തിന്റെ പ്രതികരണം? അവർ ശപിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയൊരു സാധനമാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിക്കണം. മുമ്പൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോയിരുന്ന ആളുകൾ അവർക്ക് കാര്യമായിട്ട് കൊണ്ടുപോകാനുള്ളത് ക്ലാസ്സിൽ പഠിച്ചതായിരിക്കുന്ന കേസറ്റുകളോ പുസ്തകങ്ങളോ വിവരങ്ങളൊന്നുമല്ല. അങ്ങനെ സംഭവം തന്നെ കുറെ മുമ്പ് ഇല്ലല്ലോ. ഇപ്പോഴല്ലേ ഈ ഗ്രൂപ്പുകളും സംഘടനകളും പ്രവർത്തകന്മാരൊക്കെ ഓടിച്ചാടി വന്നപ്പോൾ ഒരു കച്ചവടമായി മാറിയത്. മുമ്പ് അങ്ങനെയൊന്നുമല്ല. മുമ്പ് ഒരാൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ അയാള് അടുത്തുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ യാത്ര പറയാൻ പോവുക, കുറെ ആളുകൾ സൽക്കാരങ്ങൾ കൊണ്ടുവരാ, കുറെ പൊടിയരി പൊടിച്ചതായിരിക്കുന്ന അരികള്, അതാ നുറുക്കരി എന്ന് പറയുന്ന അരി കൊണ്ടുവരും. ഇതിന് അവിടെ പോയി കഞ്ഞി വെച്ച് കുടിക്കാന്. ഇവിടെ നാട് വിട്ട് പരിചയമില്ലാത്തവരുടെ ചോറൊന്നും കഴിക്കാൻ കഴിയില്ല. പിന്നെ നല്ല ചൊടിയുള്ളതായിരിക്കുന്ന അച്ചാറുകള്, അന്നിറക്കി എന്നാ പറയാ, അന്നത്തിന് ഇറക്കി കളയുന്ന അച്ചാറ് കൊണ്ടുവരും. പിന്നെ കുറച്ച് പോല, അതുപോലെ ഇതൊക്കെ ചുണ്ണാമ്പൂടെ കൂടി കൂട്ടി പൊടിച്ചിട്ട് അതൊരു പാക്കറ്റ് അതുണ്ടാക്കും. അതുപോലെ കുറച്ച് വീടി, മുമ്പൊരു സാധു വീടി എന്ന് പറഞ്ഞൊരു വീടി ഇറങ്ങിയിരുന്നു, അതാ കൂടുതൽ കൊണ്ടുപോവുക. സാധു വീടി, സാധു ആണെങ്കിൽ തന്നെ വലിയ ദുഷ്ടനാണത്, വളരെ ശ്രദ്ധിക്കണം. അതിന്റെ മുകളിൽ പേര് സാധു എന്ന് എഴുതിയത് കൊണ്ടായില്ല, ഭയങ്കര അക്രമിയാണ്. ഇതൊക്കെ കൊണ്ടുപോയിരുന്നത് സഹോദരന്മാരെ. എന്നിട്ടോ കുറച്ച് കൊട്ടനവല്, അതുപോലെ പിന്നെ കുറച്ച് കൊട്ടത്തേങ്ങ അവിടെ പോയിട്ട് ഒക്കെ റൂമിനെ ഇരുന്നിട്ട് കാലമകാലിട്ട് ഇതിങ്ങനെ പുകച്ചിങ്ങനെ വിടുക. കുറെ ആളുകൾ ചായ ഉണ്ടാക്കിയിട്ട് ഈ അവലും കൊട്ടത്തെ ഇങ്ങനെ കടിച്ചു വെച്ചിട്ട് ഇങ്ങനെ തിന്നുക. ഇന്നത്തെ പോലത്തെ ആളുകളല്ല, അന്നത്തെ ആളുടെ പല്ലിനൊക്കെ വലിയ കട്ടിയാ. ഇന്ന് പ്രസവിച്ച് പല്ല് വരുമ്പോ തന്നെ പുഴുപ്പല്ലായിട്ടാ വരുന്നത്. അതുകൊണ്ടാണെന്ന് കൂടുതൽ ഡോക്ടർമാരും പെണ്ണുങ്ങളും ഡോക്ടർമാരൊക്കെ ദന്താശുപത്രിയിൽ ദന്ത ഡോക്ടർമാരായിട്ടാണ് ഇറങ്ങുന്നത്. എന്തേ കാരണം? ഇന്ന് നല്ല മാർക്കറ്റ് അതിനാണ്, പല്ലിനാണ്. അല്ലെ? ഈ ഇരിക്കുന്ന ആളെങ്കിലും ആരെങ്കിലും ഭാര്യമാർ ഡോക്ടർമാരുണ്ടോ? പല്ലിന്റെ ഉണ്ടായിക്കൂടാ ഇല്ല. എന്താ അവള് പഠിച്ചത്? ഡോക്ടർമാരാ. എന്ത് വിഷയത്തിലാ പഠിക്കണത്? പല്ലിന്റെ ആളാ, നല്ല ചാൻസാണേ. പല്ലൊക്കെ പല്ലായിട്ടാ വരുന്നത്. പിന്നെ ഞാൻ പല്ല് പോയാ വരുന്ന പല്ലിന്റെ ഉറപ്പ്, അതിന്റെ കെട്ടുറപ്പ് നമുക്കറിയാലോ. ഇതാല അന്നത്തെ ആൾക്കാരെ പല്ല് അങ്ങനല്ല, മരിച്ചാലും പല്ലിളക്കി അളവില്ല, അത്ര പല്ല. പിന്നെ ഈ കൊട്ടത്തേങ്ങ കടിച്ച് തിന്നാനും അവല് തിന്നാനും ഒന്നും പിന്നെ വേറെ ആളെ ശുപാർശ ഇവിടെ വേണ്ട. ഇതായിരുന്നു അന്ന് ചെയ്തിരുന്നത്. ഇന്ന് കുറെ മാറ്റങ്ങൾ വന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ഈ പുക വലിക്കുക എന്നുള്ള എന്തെങ്കിലും ഒരു പരിവർത്തനം കിട്ടുന്നതിൽ ഒന്ന് ഇതായി മാറണം. അത് പതിവുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതായ വ്യക്തി സുഗന്ധം പാടില്ല എന്ന് നിഷിദ്ധമാക്കിയതിന്റെ ഒരു കാരണം അവനൊരു സുഖവും അനുഭവിക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ പൂർണ്ണമായ കട്ടറപ്പിലും സംരക്ഷണത്തിലും അവരുടെ ആശീർവാദത്തിന്റെ ഉള്ളിൽ അവൻ അകപ്പെട്ടുപോയി. അവർക്ക് ഇഷ്ടമില്ലാത്തതും സംഭവിക്കാൻ പറ്റുകയില്ല. അതിനു വേണ്ടിയാണിതല്ല ഊന്നി പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോ അത് ചെറിയ ഇതിലൊക്കെ ഇപ്പൊ എന്തിരിക്കുന്നത്? അള്ളാഹ് പറയുന്നു, നിങ്ങൾ ചെറുതായി നിസാരമാക്കിയതൊക്കെ റബ്ബിന്റേതായ കോട്ടലും അവന്റെ അധികാരപതി പരിധിയിലും അവന്റെ തീരുമാനത്തിലൊക്കെ വലിയ ശക്തിയാണ്, വളരെ ഗൗരവമാണ്. അതുപോലെ ജമാഅത്തിനൊക്കെ പോകുന്ന മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? മൻ അക്കല മിൻ ഹാദിഹി ശജറത്തിൽ മുംതിനാ യാനി അൽ ബസല വസൗമ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മോശമായിരിക്കുന്ന വാസനയുള്ളതായിരിക്കുന്ന സാധനത്തിന്റെ പഴങ്ങളോ വേരുകളോ ഇലകളോ ആരെങ്കിലും തിന്നാൽ ഫലാ യഖ്റുബന്ന മസ്ജിദനാ, നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന് വരല്ലേ, പള്ളിയിലേക്ക് ജമാഅത്തിന് പോരല്ലേ, വരാൻ പാടുള്ളതല്ല. എന്താണിത്? റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്നത് അൽ ബസല വസൗമ, വെള്ളുള്ളിയും ചുവന്നുള്ളിയുമാണ്.
ഉള്ളി തിന്ന മനുഷ്യനോട് പള്ളിയിൽ വരാൻ പറ്റുകയില്ല. ഉള്ളിയുടെ വാസന മുഅ്മിനീങ്ങൾക്കും മലായികത്തുക്കൾക്കും വെറുപ്പുണ്ടാക്കി തീർക്കുന്നതാണ്. അപ്പൊ പിന്നെ ഈ പുകയുടെ കാര്യം പറയാനില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അവസരോചിതമായി ഇനി നമുക്ക് ഉണർത്താം. അപ്പൊ തത്വീബ് എന്ന് പറയപ്പെടുന്ന സംഗതി ഫിൽ ബദനി വസൗബി വൽ ഫിറാശി, അവന് കിടക്കുന്നതായ കിടപ്പിടങ്ങളില്, അതുപോലെ അവൻ ധരിച്ചത് അവന്റെ ഡ്രസ്സുകളില്, അവന്റെ ശരീരങ്ങളില് ഒന്നും അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഒന്നാമത്തത് തല മറക്കുക, പുരുഷൻ, സ്ത്രീ മുഖം മറക്കുക. രണ്ടാമത് തത്വീബ് സുഗന്ധം ഉപയോഗിക്കുക, അവനുമായി ബന്ധപ്പെടുന്ന ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എത്രമാത്രം നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. അത് വസ്ത്രത്തിൽ പറ്റുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ വസ്ത്രത്തിൽ എങ്ങനെയും സുഗന്ധം നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിലേക്ക് പറ്റിപ്പിടിച്ചു. ആ വസ്ത്രം നമ്മൾ അഴിച്ചു മാറ്റി വെച്ചിട്ട് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നതിന്റെ മുമ്പായിട്ട് വീണ്ടും എന്ത് ചെയ്തു, ആ വസ്ത്രം ഇങ്ങോട്ട് വീണ്ടും ധരിക്കുമ്പോൾ അതിന് പഴയ വാസന അതിലുണ്ടെങ്കിൽ അതുപോലും പാടുള്ളതല്ല, അത് പറ്റുകയില്ല. വേറെ വസ്ത്രം ധരിക്കണം. അതല്ല, വാസന അല്ലെങ്കിൽ മാറ്റി വെക്കുന്നുണ്ടോ വീണ്ടും ധരിക്കുന്നുണ്ടോ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതാവുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് തഖലീമുൽ അൽഫാരി വ ഇസാലത്തു ശഅരി. അൽഫാറുകൾ നീക്കുക, അതായത് നഖം മുറിക്കുക. നഖം മുറിച്ചാലും വെട്ടിയാലും എങ്ങനെ പറിച്ചാലും എങ്ങനെ ആയിരുന്നാലും അത് മുറിക്കാൻ പറ്റുകയില്ല, നഖം നീക്കാൻ പറ്റുകയില്ല. ഇസാലത്തു ശഅരി വല്ലഫിരി, രോമം നീങ്ങാൻ പാടുള്ളതല്ല. ശരീരത്തിന്റെ ഒരു ഭാഗം, തല മുതൽ പാദം വരേക്കുള്ള ശരീരത്തിന്റെ ഒരു ഭാഗത്തുനിന്നും രോമം നീങ്ങാൻ പറ്റുകയില്ല. കണ്ണിന്റെ പിരിയം പോലും എറ പോലും നീങ്ങാൻ പറ്റുകയില്ല. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതായ വ്യക്തി അവന്റെ പ്രവർത്തനത്തോടുകൂടെ അവന്റെ ശ്രദ്ധയോടുകൂടെ അങ്ങനെ നീങ്ങിയാൽ അവന്റെ ഹജ്ജ് മബ്റൂറാവുകയില്ല, അത് മഖ്ബൂലാവുകയുമില്ല. ഇത് ശ്രദ്ധിക്കണം. അതാണ് ഇസാലത്തു ശഅർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മുടി നീങ്ങരുത്, തലയിൽ നിന്നും താടിയിൽ നിന്നും ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്നും. ഇതിൽ ആണും പെണ്ണും എല്ലാവരും സമന്മാരാകുന്നു. അഥവാ അങ്ങനെ പോയാൽ എന്ത് വേണമെന്നുള്ള കാര്യം പിന്നീട് പറയും. അവന്റെ പ്രവൃത്തി കൊണ്ട് സംഭവിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അവര് ഭാഗത്ത് കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നു, എഴുന്നേറ്റ് നോക്കുമ്പോൾ കുറെ രോമങ്ങൾ അവിടെ കിടന്നിരുന്നു. അതൊന്നും അവന്റെ പ്രവൃത്തി കൊണ്ടുണ്ടായതല്ല, അവന്റെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചതല്ല. ഉളു ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, മുഖത്തേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. സാധാരണ ഒഴിക്കും പോലെ മുഖത്തേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. മുഖത്തേക്ക് വെള്ളം എറിയരുത്, അതായത് മുഖത്തിന് അടിച്ചു കഴുകരുത്, വെള്ളം കൊണ്ട് ഇങ്ങനെ എറിഞ്ഞു കഴുകരുത്. വെള്ളം സാധാരണ ക്രമത്തിൽ അങ്ങോട്ട് ഒഴിച്ചു. അപ്പൊ കുറെ രോമങ്ങൾ മുഖത്ത്, താടിയുള്ള ആളുകൾ ഇന്ന് താടിയൊന്നും ആയിട്ടില്ല, ഇൻഷാല്ലാ ആവുമെന്ന് വിചാരിക്കണ, കുറേശ്ശെ ഇങ്ങനെ നനച്ച് കൊടുക്കി പൊന്തി വരട്ടെ. പിന്നെ അങ്ങനെ കുറെ രോമങ്ങൾ ഇട്ട് കൊഴിഞ്ഞാൽ അതിന്റെ വിധി എന്താകുന്നു? അത് അവന്റെ പ്രവൃത്തി കൊണ്ടല്ല, അവൻ മുഖം കഴുകാൻ വേണ്ടിയാണ് പിന്നെ വെള്ളം ഒഴിച്ചത്. അതേ സമയത്ത് ഒഴിച്ചതായിരിക്കുന്ന വെള്ളം നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് വരച്ചു കഴിയാലോ, തഹ്ലീലുൽ ലഹിയത്ത്, അതുപോലെ ദൽക്ക് പോലെയുള്ള കാര്യം വരച്ചു കഴുകലും, താടിയുള്ള ആളുകളൊന്ന് അതിന്റെ ഇടയിലേക്ക് കൈവരലുകളൊക്കെ ഇട്ടിട്ടൊന്ന് വിടർത്തി കഴുകലും ഉണ്ടായി, അതോടുകൂടി രോമങ്ങൾ പോയാലോ യജിബു അലൈഹിൽ ഫിദിയ, അവൻ പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധമാണ്. നിർബന്ധമായിട്ടും രോമങ്ങൾ പോന്നാൽ കൊടുക്കണം. അതുകൊണ്ട് മഹാനായ നബി റളിയല്ലാഹു അൻഹു പറയാണ്, ഇഹ്റാമിലേക്ക് പ്രവേശിച്ച പുരുഷന്മാര് അവരുടെ രോമങ്ങളൊക്കെ വിടർത്തി കഴുകുമ്പോഴും, അതുപോലെ സ്ത്രീ ആണെങ്കിൽ അവരെ തല കഴുകേണ്ടി വരുമ്പോ കഴുകുമ്പോഴൊക്കെ വല്ലാതെ വിടർത്തിയിട്ട് വല്ലാതെ വരച്ച് കഴുകേണ്ടതില്ല. അത് രോമങ്ങൾ കൊഴിയുമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴുകൽ ഹറാമാണ്, ഇല്ലെങ്കിൽ അത് കറാഹത്തുമാകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. പിന്നെ അപ്പോ സുഗന്ധം ഉപയോഗിക്കുക. പിന്നെന്താ പറഞ്ഞ് എത്ര ഇപ്പൊ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണുള്ളത്. പുരുഷന്മാര്, പിന്നെ സ്ത്രീ മുഖം മറക്കരുത്, പിന്നെ സുഗന്ധം, അത്ര സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുകയില്ല. എവിടെ ഉപയോഗിക്കാൻ പറ്റുകയില്ല? ആര് എന്നല്ല ചോദിച്ചത്, എവിടെ ഉപയോഗിക്കാൻ പറ്റുകയില്ല? അവൻ ധരിക്കുന്ന വസ്ത്രത്തിലും അവന്റെ ശരീരത്തിലും അവൻ ഉപയോഗിക്കുന്ന അവന്റെ ബെഡ്, പായ, വിരിപ്പ് പോലെയുള്ള അതിലൊന്നിലും ഉപയോഗിക്കും. പാത്രങ്ങൾ എന്തായിരുന്നാലും വേണ്ട. ഈ വിഷയത്തിൽ സ്ത്രീയും പുരുഷനും എല്ലാവരും സമന്മാരാകുന്നു. പിന്നെ രോമം നീങ്ങിപ്പോവുക, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ എല്ലാം കൂടെ വടിച്ചിറക്കിയിട്ട് പോയാൽ പിന്നെ ആ പ്രശ്നം ചെല്ലോ. തലൊക്കെ പറ്റ മുട്ട ഒടിച്ചിട്ട് അങ്ങോട്ട് പോയി, താടിയും പറ്റ അങ്ങോട്ട് ചിരണ്ടി എന്നിട്ട് പോയാൽ ഈ പ്രശ്നം ഇതിൽ സൂക്ഷിക്കേണ്ട വിഷയമില്ലല്ലോ എന്ന്. അതൊന്നും നമ്മോട് കൽപ്പിക്കപ്പെട്ടതല്ല. കൽപ്പിക്കപ്പെട്ട മാർഗത്തിലൂടെ പ്രയത്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് സൂക്ഷിക്കുക, അതാണല്ലോ ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അൽ ഹാജു അശാസു അക്ബറാവുക. അപ്പോ അവൾ വലിയതായ പ്രയാസങ്ങൾ, വളരെ പ്രയാസങ്ങളും സാഹസപ്പെട്ടുകൊണ്ട് അതെല്ലാം അനുഭവിക്കുക എന്നാണ് ഇതിന്റെ ഉള്ളിലുള്ള തത്വങ്ങൾ. ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോ തലയുള്ളതായിരിക്കുന്ന പിന്നെ ഇത് കഴിഞ്ഞ് നാലാമത്തതായിരിക്കുന്ന ഇനമാണ് അൽ ഇദ്ദിഹാനു ലില്ലഹിയ വർ റഅസ് വശരി റഅസി.
എണ്ണ കൊടുക്കുക. എവിടെ കൊടുക്കുക? തലയിൽ എണ്ണ കൊടുക്കുക, താടിയിലും എണ്ണ കൊടുക്കുക. ഈ താടിയിൽ എണ്ണ കൊടുക്കുക എന്ന വിഷയത്തിൽ പെണ്ണുങ്ങൾക്ക് താടി ഉണ്ടെങ്കിൽ അവരുടെ താടി മുതൽപ്പെട്ട് തന്നെയാണ്. പിന്നെ തലയിൽ എണ്ണ പൂശാൻ പറ്റുകയില്ല. എങ്ങനെ തന്നെ മുത്തയ്യബായിരിക്കുന്ന വാസനയുള്ളതായിരിക്കുന്ന എണ്ണ. സാധാരണ നമ്മൾ ഓയിലുകൾ, എയർ ഓയിൽ വന്ന പോലെ ഓയിലുകളൊക്കെ ഉണ്ടാകും, അത് എണ്ണ ചേർന്നാണ് പറ്റുകയില്ല. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുന്ന എള്ളിന്റെ എണ്ണ അതുപോലെയുള്ള എന്തെങ്കിലും വാസന ഇല്ലാത്തതായിരിക്കുന്ന എണ്ണയാണെങ്കിൽ തലയിൽ എണ്ണ പൂശാൻ പറ്റുകയില്ല, താടിയിലും പറ്റുകയില്ല. ബാക്കി ശരീരത്തിന്റെ ഏത് ഭാഗത്തും എണ്ണ കൊടുക്കാം, യാതൊരു വിരോധവുമില്ല. അതേ സമയത്ത് ഒരാൾക്ക് തലയിൽ തീരെ രോമങ്ങൾ മുളച്ചില്ല, തീരെ രോമം മുളക്കാത്ത ആളുകളുണ്ടാകും. ചിലപ്പോൾ നടുഭാഗത്തുണ്ടാവാം, ചിലപ്പോൾ തലയിൽ തീരെ രോമമില്ലാത്ത ചുരുക്കം ചില ആളുകൾ ഉണ്ടായി, ജീവിതത്തിൽ മുളച്ചിട്ടില്ല, വടിച്ചു കളഞ്ഞതല്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിലോ അയാൾക്ക് നമ്മൾ അറബിയിൽ പറയാം അസ്ലൻ, മലയാളത്തിൽ എന്താ പറയാ? കഷണ്ടി അല്ലേ? കഷണ്ടി. അയാളെ സംബന്ധിച്ചിടത്തോളം എണ്ണ കൊടുക്കാൻ പറ്റുമോ? വിരോധമില്ല, തീരെ മുളക്കാത്ത ഒരാള്. അതേ സമയത്ത് വടിച്ചു നീക്കിയിട്ട് എന്ത് ചെയ്തു? കഷണ്ടി പോലെ ആക്കിയിട്ട് പറ്റുമോ? അത് പറ്റുകയില്ല. എണ്ണ കൊടുത്ത് പതിവുള്ള ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു തത്വം, ഒരു നിയമം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാലോ. അതുപോലെ തന്നെയാണ് പിന്നെ അവളുടെ മുഖത്ത് അവന്റെ മുഖത്ത് താടി തീരെ മുളക്കാത്ത മനുഷ്യന്മാർ, അങ്ങനെ വളരെ അപൂർവമായിട്ട് മുളക്കാത്ത മനുഷ്യന്മാരുണ്ടാകും. അപ്പോ താടി മീശ ഒന്നും മുളച്ചിട്ടില്ല, അവന്റെ മുഖത്ത് എണ്ണ കൊടുക്കുന്നതിന്റെ യാതൊരു വിരോധമില്ല. അതേ സമയത്ത് താടി മുടി എല്ലാം കൂടെ പറ്റ വടിച്ച് നീക്കിയിട്ട് എണ്ണ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റുകയില്ല, അത് പറ്റുകയില്ല. മുളച്ചതായിരിക്കുന്ന തീരെ മുളക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമുള്ളതല്ല. ഇപ്പൊ ചെറിയതാ കുട്ടികളൊക്കെയാണ്, താടി മുളക്കേണ്ട പ്രായങ്ങളൊന്നും ആയിട്ടില്ല. അതേ സമയത്ത് താടി മുളച്ചതൊക്കെ നീക്കിയിട്ട് എണ്ണ പൂശാൻ പറ്റുമോ? അത് പറ്റുകയില്ല. അതാണ് പ്രത്യേകമായി മുഹറമാത്തുൽ ഇഹ്റാം. അപ്പൊ മുളക്കാത്തതായിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ എണ്ണ പൂശാം. മുളച്ചു പഠിച്ചു നീക്കിയതായിരിക്കുന്ന ആളുകൾക്ക് തലയിലും താടിയിലും ഒന്നും എണ്ണ കൊടുക്കാൻ പറ്റുകയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നതായിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ സംഭവിക്കാമെങ്കിൽ തന്നെ നമ്മുടെ യാത്രയിൽ കൂടുതലായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നമുക്കിന്നൊരു പരിപാടി ഉണ്ട് ഇവിടെ. പിന്നെ കക്കടിപ്പുറത്ത് അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു നഫഅനാ ബിഹി ഫിദ്ദാറൈൻ അവർ മരിച്ച ആണ്ട് ദിവസമാണ്. അവരുടെ പേരിൽ ഒരു യാസീനെ കൂടി നമുക്ക് ദ്വാരക്കണം. ക്ലാസ് നിർത്തുകയാണ്. തലേ തുടക്കാം, പക്ഷെ തലയിൽ വെച്ച് തുടക്കാൻ പറ്റുകയില്ല. അതിങ്ങനെ വെച്ചിങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കും പോലെ ചെയ്യാം. തല ഇങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യും? തലമറക്ക എന്ന ഇനത്തിലേ പെട്ടുപോകും. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സലാം ചൊല്ലാമോ? ഓ, അയാളിപ്പോ സലാം കേൾക്കാൻ വേണ്ടി ഇരിക്കാൻ പാടെ. അയാൾക്ക് അടി കിട്ടും ആ സമയത്തൊക്കെ സലാം പറഞ്ഞാല് വിഷയങ്ങൾ തെറ്റിപ്പോകും. കാര്യമായ ഒരു പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആളി അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ കാലം അവിടുത്തെ? അപ്പം അടി കിട്ടിയില്ല, പിന്നെ എവിടുന്ന കിട്ടുക അടി? ഏതായാലും അയാൾ ഫാസിക്കിന്റെ ഹുക്കുമിലാണ് പെടുത്തിയിട്ട് അയാൾക്ക് സലാം പറയൽ സുന്നത്തില്ല. ഫാസിക്കാണല്ലോ ഇപ്പോൾ ആള്. ഫാസിക്കിന് സലാം പറയൽ സുന്നത്തില്ല നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ പോട്ടെ. പിന്നെ 2 മുഅ്മിനീങ്ങൾ തമ്മിൽ 6 കടമകളുണ്ട് എന്ന് പറഞ്ഞു. അത് ശരിയാ പറഞ്ഞു. ബാക്കി 5 കാര്യം വിവരിക്കാമോ? വിവരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എപ്പോൾ പറയാൻ പറ്റില്ല, സമയമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാം, നാളെ വിവരിക്കാം. അത്യാവശ്യമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഒന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഇദാ ലഖീതുഹു ഫസല്ലി. അതിനൊരു മാന മനസ്സിലാക്കണ്ട. ഇദാ ലഖീതുഹു എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ മഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇദാ ലഖീതുഹു ഫസല്ലി, കണ്ടാൽ സലാം പറയുക. കേട്ടാലോ? ഒരാൾ ഫോൺ ചെയ്തു, ഹലോ അസ്സലാമു അലൈക്കും, നിർബന്ധമില്ല, സുന്നത്തുമില്ല. നിങ്ങൾ ദേഷ്യം പിടിച്ചാലും വേണ്ടില്ല, ചൂടായാലും വേണ്ടില്ല, ഇനി വന്നില്ലേലും വേണ്ടില്ല. ചില ആൾക്കാർ ചോദിക്കും, എന്താടാ അവർക്ക് സലാം പറഞ്ഞിട്ട് മുസ്ലിം അല്ലടോ? ഈ അലോ എന്ന് ചോദിക്കുന്ന ആൾ മുസ്ലിമാണോ കാഫിറാണോ നമുക്കറിയാൻ കഴിയോ? അപ്പൊ അതുകൊണ്ട് ശബ്ദങ്ങളൊക്കെ പരസ്പരമായി കലർപ്പുകളും സാമ്യതയൊക്കെ ഉണ്ടാവാലോ. സലാം പറയല് സുന്നത്തില്ല, ചൊല്ലൽ ജായിസാണ്. കാഫിറായി നമ്മൾ കാണില്ലല്ലോ. ഈ ഹദീസിന്റെ ലാഹിർ അങ്ങനെ മനസ്സിലാക്കി തന്നു. ഇദാ ലഖീതുഹു, മുലാഖാത്ത്, തലാഖി എന്നൊക്കെ പറയപ്പെടുന്നത് അഭിമുഖമായി ബന്ധപ്പെടുന്നതായിരിക്കുന്ന പ്രയോഗമാണ്. സലാം പറയേണ്ട ഇടങ്ങളിൽ മുഴുവനും നബി തങ്ങൾ ആ സംബോധനത്തിൽ ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് കേട്ടാൽ അവിടെ സലാമില്ല. എവിടെന്നെങ്കിലും ഒരു സലാം കേട്ടാൽ നമ്മൾ മടക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കണ്ടാൽ ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമുമായുള്ള ആ സംഭാഷണമല്ല, കണ്ട സംഭാഷണങ്ങളിലാണ്, കേട്ട സംഭാഷണങ്ങളില്ല. അതുകൊണ്ട് സലാങ്ങൾ പറയണ്ട എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥങ്ങൾ വെക്കേണ്ടതില്ല. അതായത് ആരെങ്കിലും ഒരാൾ നമുക്ക് സലാം പറഞ്ഞില്ലെങ്കിൽ അവനോട് ചൂടാവാനോ തട്ടിക്കയറാനോ ഒന്നും ഇല്ലാന്നും നിയമവശങ്ങളാണ് ഞാൻ ഈ പറയുന്നത്.
പിന്നെ ഇഹ്റാമിൽ ബാക്കി 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഇഹ്റാമിൽ ഓർമ്മയില്ലാതെ തലമറച്ചാൽ എന്ത് ചെയ്യും അത് ഇൻഷാ അല്ലാഹ് പറയും. പിന്നെ തവാഫ് ചെയ്യുമ്പോൾ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പറയും. പിന്നെ തവാഫിൻ്റെ സമയത്ത് സ്ത്രീകളുടെ കാലിൽ തട്ടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് നാളെ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞുവെന്നുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു വരുമാറാവട്ടെ. ബാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികവുമായ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫിയാകട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണോട് മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹലായ പുകഴ്വ നമ്മയും മഹരികാരെല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ ഹറാമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതായ സ്ത്രീ പുരുഷൻ വസ്ത്രധാരണയുടെ വിഷയത്തിൽ 2 ഭാഗമാകുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം തലമറക്കാൻ പാടുള്ളതല്ല. തല മുഴുവനും തലയിൽ നിന്ന് അല്പവും മറക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്, കുറ്റകരമാണ് എന്ന് പറഞ്ഞു. അതുപോലെ സ്ത്രീ അവളുടെ മുഖം മറക്കുക എന്നുള്ളതും കുറ്റകരമാകുന്നു. അതേ സമയത്ത് അവളുടെ തല മുഴുവനും മറച്ചു എന്ന് ഉറപ്പുവരാൻ വേണ്ടി മുഖത്തിൻ്റെ സൈഡിൽ നിന്ന് ആവശ്യമാകുന്ന ഭാഗം അവൾക്ക് കൂട്ടി മറക്കാം. വാസ്തവത്തിൽ തലയല്ല, തല മറഞ്ഞു എന്ന് ഉറപ്പുവരാൻ വേണ്ടി അതിൻ്റെ സൈഡിലുള്ളതായ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടി മറക്കേണ്ടി വരും. തലയുടെ ഭാഗം മുഴുവനും ഔറത്താണ്. തലയിൽ നിന്ന് പുറത്തു വരുന്നതായ മുടിയും ഔറത്താകുന്നു. അത് മുഴുവനും മറഞ്ഞു എന്ന് ഉറപ്പുവരാൻ വേണ്ടി അല്പം കൂടി നാം എന്ത് ചെയ്യണം? കൂട്ടി മറക്കുക എന്നുള്ള കാര്യം നിർബന്ധമാണ്. ബാക്കി സ്ഥലങ്ങൾ മുഖത്തോട് ചേർന്നതായ മറ കൊണ്ട് മറക്കാനും പറ്റുകയില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് മുഖത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ചട്ടത്തൊപ്പി പോലെയുള്ള തലയിൽ വെച്ചു, അതിന്റെ മീതെ മക്കന ധരിച്ചു, അതിലൂടെ തൂങ്ങിക്കിടക്കുന്ന മറ, അതല്ലെങ്കിൽ അവളെ സ്വന്തമായ കൈകൊണ്ട് എന്ത് ചെയ്തു? മക്കനയുടെ നെറ്റ് അല്ലെങ്കിൽ ആ ബുർഹയുടേതായിരിക്കുന്ന മുഖമൂടി ഒളിച്ചു പിടിച്ചു മറക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതോടൊപ്പം തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കയ്യിന് ഉറധരിക്കുക എന്നുള്ളതും പാടുള്ളതല്ല. കദാലിക്കൽ മർഅത്തു, അപ്രകാരം പെണ്ണിനും അത് പാടുള്ളതല്ല. മുൻകൈയും മുഖവും സ്ത്രീ വെളിവാക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് കയ്യിന് പ്രത്യേകമായ ഉറധരിച്ചുകൊണ്ട് മറക്കാനും പറ്റുകയില്ല. അതല്ലാത്ത രൂപത്തിൽ കൈ വെളിവാകുന്നതെന്ന് കുഴപ്പമില്ല. അതായത് അവള് ധരിച്ചതായ മക്കനയുടെ ഉള്ളിൽപ്പെട്ട് കൈ ശരിക്കും മറഞ്ഞു, പുറത്തേക്ക് തീരെ കാണുന്നില്ല, അതിന് മറ എന്ന് പറയുകയില്ല. അതേസമയത്ത് അതൊരു ഉറയാക്കി അതിന് ഭാഗമാക്കി ഉണ്ടാക്കുന്ന കയ്യുറ ധരിക്കുക എന്നുള്ള കാര്യം നിഷിദ്ധമാകുന്നു. വീണ്ടും വീണ്ടും ഉണർത്തുന്നത് ഹൃദയത്തിൽ അത് പതിഞ്ഞ് ആവശ്യമാവുന്ന നേരത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഫറലായ അമലുകളായതുകൊണ്ടാണ് ഉണർത്തുന്നത്. അതുപോലെ മറ്റൊരു കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. അതിന്റെ മുമ്പ് പുരുഷന്മാരെ സംബന്ധിച്ച് ഒന്നുകൂടി ഉണർത്തേണ്ടതുണ്ട്. തുന്നപ്പെട്ടതായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക, ശരീരത്തിൽ കൂട്ടി തുന്നപ്പെട്ടതായിരിക്കുന്ന വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ആ ഷർട്ട്, അതിന്റെ ഇടയിലിടുന്ന സാധാരണ ഒരു ബനിയൻ പോലെയുള്ള ഉപ്പായങ്ങള്, തൊപ്പി, പിന്നെ നാം ധരിക്കുന്ന ഉടുമുണ്ട്, ഇസാർ, അത് കൂട്ടി തുന്നപ്പെട്ടതായിരിക്കുന്നതാണെങ്കിൽ അതൊന്നും നമുക്ക് ധരിക്കുക എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല, നിഷിദ്ധമാണ്. പാന്റ് ധരിക്കുക, ജഡ്ഡി ധരിക്കുക, ഇതൊന്നും പുരുഷനെ സംബന്ധിച്ച് ഒരിക്കലും അനുവദനീയമല്ല. അതേ സമയത്ത് കയ്യിൽ മുറിയായതുകൊണ്ടോ തലയിൽ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗത്തൊരു മുറി പറ്റി അത് ശരിക്ക് ചുറ്റി തുന്നി കെട്ടേണ്ടി വന്നു, എന്നാൽ അതാണ് അനുവദനീയമാണ്. പക്ഷേ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം, പിഴ കൊടുക്കണം. അത് ചെയ്തതിന്റെ വലിയ കുറ്റമില്ല. ഹറാമാവുന്ന കാര്യങ്ങൾ, മഹറമാത്തുൽ ഇഹ്റാം, ഹറാമാവുന്ന കാര്യം ഇഹ്റാമിന്റെ പേരിൽ ചെയ്താൽ കുറ്റമുണ്ടാവുന്നതുമുണ്ട്, കുറ്റമില്ലാത്തതുമുണ്ട്. ഒരു മുറിക്ക് വേണ്ടി വെച്ച് കെട്ടിയതാണ്, കയ്യിൽ വെച്ച് കെട്ടി അല്ലെങ്കിൽ തലയിൽ കെട്ടി ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം, അതിന് വിരോധമില്ല, അതിന് പിഴ കൊടുക്കണം. അതേ സമയത്ത് എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്നുള്ളതായ കുറ്റമില്ല. ഹജ്ജ് മബ്റൂർ മഖ്ബൂലാവുന്നതിന് പ്രത്യേകമായ പ്രതിബന്ധ തടസ്സങ്ങളൊന്നും ഇല്ല എന്നർത്ഥം.
അതേസമയത്ത് മൂത്ര സംബന്ധമായ രോഗങ്ങൾ ഒരാൾക്കുണ്ട്, വലിയ വിഷമകരമായ രോഗമാണ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സലിസുൽ ബൗല്, അതുപോലെ തന്നെ സലിസുൽ ലീഹ്, സലിസുൽ ദമ്, 3 ഭാഗമുണ്ട്. സലിസുൽ ബൗല് എന്ന് പറഞ്ഞാൽ മൂത്രം ഏത് സമയത്തും അല്പം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, ആ നനവ് വിട്ടുമാറുന്നില്ല. അത് വലിയൊരു മാരകമായ ഒരു പരീക്ഷിക്കപ്പെടുന്ന രോഗമാണ്. ഞരമ്പ് സംബന്ധമായിട്ടും കുടല് സംബന്ധമായിട്ടും ഉണ്ടാവാം. ചിലപ്പോൾ അതിന് ചികിത്സകൾ പെട്ടെന്ന് ഫലിക്കാതെയും സംഭവിക്കാം. അങ്ങനെയുള്ളൊരു രോഗമാണ്. എന്നാൽ മൂത്രം നജസാണ് എന്നതിൽ ഒരു ഇമാമികളുടെ അഭിപ്രായത്തിലും യാതൊരു അഭിപ്രായ വ്യത്യാസവും അതിലില്ല. മനുഷ്യന്റെ മൂത്രം നജീസാണ് എന്നതിൽ, മനുഷ്യന്റെ മൂത്രം നജീസാണെന്നതിൽ ഇമാമിങ്ങൾക്ക് ഖിലാഫില്ല. മുസ്ലിമീങ്ങളല്ലാത്തവരെ വിവരങ്ങളല്ല ഈ പറയുന്നത്. മുമ്പൊരു മന്ത്രി സുബഹിസ്കരിച്ച ഉടനെ നേരം പ്രഭാതത്തിൽ തന്നെ മൂത്രം വെച്ച് സ്വയം മൂത്രം ഒരു ഗ്ലാസ് കുടിച്ചിരുന്നല്ലോ, കേട്ടില്ലേ മുമ്പൊരു മന്ത്രി? എന്താ മൊറാർജി? അത് ശരീരത്തിന് വലിയ ഉപകാരമുള്ള ഒരു ദ്രാവകമാണ്, ഒരു ടോണിക്കായിട്ട് മുമ്പ് ഇതിനെ കണക്കൂട്ടിയിരുന്നു. നല്ല വിറ്റാമിൻസ് സാധനമാണ്. 1 നമ്പർ ഫസ്റ്റ് ക്ലാസ്സിലുള്ള മൂത്രം അന്തസാരി കുടിച്ചിരുന്നു. അത് തലച്ചോറില്ലാത്ത ആളുകളൊക്കെ ചെയ്തേക്കാം. പക്ഷെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂത്രം, മനുഷ്യന്റെ മൂത്രം നജീസാണ്. അതേസമയത്ത് മനുഷ്യനല്ലാത്തതിന്റെ മൂത്രമെന്നാ പിന്നെ ചിന്തിക്കാനുള്ളത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മഅ്കൂലാത്തിന്റെ തിന്നപ്പെടാവുന്ന ജീവികളുടെ മൂത്രവും കാഷ്ടവും നജസല്ല. പോത്തിന്റെ മൂത്രം, കാളയുടെ മൂത്രം, അതുപോലെ തന്നെ ആടിന്റെ, ഇതൊന്നും നജസല്ല. അതിന്റെ അറുവാത്തുകളും അബുവാലുകളും അത് താഹിറാകുന്നു. അഥവാ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ സ്പർശിച്ചു അത് ഉണ്ടായാൽ കഴുകിക്കളഞ്ഞില്ല എങ്കിലും അവന്റെ നിസ്കാരം സഹിയാണ് മാലിക്കുമത് പ്രകാരം. അതേസമയത്ത് മനുഷ്യന്റെ മൂത്രം എല്ലാം കൊണ്ടും പരിശുദ്ധനാണ് മനുഷ്യൻ എന്നാണ് മനുഷ്യന്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണല്ലോ. നമ്മളാണ് ഏറ്റവും മുന്തിയ സാധനം, നമുക്ക് വേണ്ടി എല്ലാ സാധനവും സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനത്തെ മനുഷ്യന്റെ മൂത്രത്തെ സംബന്ധിച്ചോ കാഷ്ടത്തെ സംബന്ധിച്ചോ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അള്ളാഹുവിന്റെ അമ്പിയാ മുർസലീങ്ങൾ ഒഴിച്ചിട്ട് മനുഷ്യരെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചിന്തിക്കണ്ട. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ് ബൗല് അത് നജസാണോ അല്ലേ എന്ന് വിധി പറയാൻ അത് കാണണ്ടേ? ആദ്യം തന്നെ ഭൂമി ആയാളുടെ തന്നെ ഭൂമി പിടിച്ച് വീഴുമെന്നാണ് പ്രബലമായ ഹദീസുകളിൽ സംഭവങ്ങളിലൊക്കെ കാണുന്നത്. അത് വിധി പറയുന്ന സാധനം കാണണ്ടേ? തലയില്ലാതെ തലകിട്ട് കെട്ടാൻ കഴിയോ? അത് വെച്ച് സാധാരണ അത് കഴിച്ചാലുള്ളതായിരിക്കണം മനുഷ്യന്മാരുടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇതിലൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു രോഗമാണ്. അത് നിസ്കരിക്കുന്ന സമയത്ത് അഫുണ്ടോ, അല്ലെങ്കിൽ വേറെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അഫുണ്ടോ, തവാഫ് ചെയ്യുന്ന സമയത്ത് അഫുണ്ടോ എന്നൊക്കെ ചോദിക്കപ്പെടാൻ പറ്റിയതായ ഒരു മസ്അല അതിലുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ച് ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങളും മഹാനായിരിക്കുന്ന ശൈഖുനാ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പറയുകയാണ്, ഒരാൾക്ക് മൂത്ര സംബന്ധമായ രോഗമുണ്ടായി, അത് എങ്ങനെ നിന്നാലും പിടിച്ചു നിൽക്കുന്നില്ല. ഇയാളെ സംബന്ധിച്ച് നിസ്കരിക്കണോ? നിസ്കാരം നിർബന്ധമാണ്. പലരും എന്ത് ചെയ്യാറുണ്ട്? നിസ്കരിക്കുകയില്ല. എന്താ ചോദിച്ചാൽ എനിക്ക് ഒക്കെ വെടുപ്പാക്കാൻ വലിയ പാടാ, പ്രയാസമാണ്, എപ്പോഴും വസ്ത്രമൊന്നും ശരിക്കും ശുദ്ധി ഉണ്ടാവുകയില്ല, പള്ളിയിൽ പോകാൻ നിവൃത്തിയില്ല, നിസ്കരിക്കാൻ കഴിയും, എന്താ ഞാൻ ചെയ്യുക, എന്റെ ഒരു വിധി എങ്ങനെ ആയിരിക്കും? നിന്റെ വിധി അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് രോഗം തന്നത്, അതിന് ചില മാർഗങ്ങളോ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവന്റെ സാലിഹ്യങ്ങളായിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ മുഖേന ഫുഖഹാക്കൾ മുഖേന മാർഗങ്ങളും നിർദ്ദേശിച്ചു. പിന്നെ ഒന്നും വലിയ ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് അതൊന്നും നിസ്കാരം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളല്ല. അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. എന്നാൽ അത് എന്ത് ചെയ്യണം? തവാഫിന്റെ വേളയിലാണല്ലോ പ്രത്യേകമായി നമുക്കിത് ശ്രദ്ധിക്കാനുള്ളത്, നജസി എന്ന ഭാഗത്തിൽ കൂടെ. അതേ സമയത്ത് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ തുന്നപ്പെട്ട ഡ്രസ്സുകൾ പുരുഷന്മാർക്ക് ധരിക്കാൻ പറ്റുകയില്ല. സ്ത്രീ ആണെങ്കിലോ തുന്നപ്പെട്ട് കഴിയുന്നതും അവൾക്ക് തുന്നിപ്പിടിപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ചാലേ അവളുടെ ശരീരത്തിൽ അത് പിടിച്ചു നിന്ന് അവളെ പൂർണ്ണമായി മറക്കുകയുള്ളൂ. അപ്പോ ഒരു പുരുഷൻ എന്ത് ചെയ്തു? അവന്റെ ആ മൂത്രദ്വാരം മുഴുവനും അടച്ച് ശരിക്ക് കെട്ടി തുന്നിപ്പിടിപ്പിക്കുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും ഒട്ടിച്ചു വെക്കുന്നതായ എന്തെങ്കിലും വസ്തുക്കളെ ഈ മൂത്ര പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വന്നാൽ അതിന് തുന്നപ്പെട്ടത് എന്ന് പറയും. തുന്നപ്പെട്ട ഡ്രസ്സ് പറഞ്ഞാൽ വെറും കുപ്പായം ഷർട്ടും പാന്റ് മാത്രമല്ല, എന്തൊന്നും ശരീരത്തിൽ തുന്നിപ്പിടിപ്പിക്കാതെ മുറിക്ക് വേണ്ടിയാണെങ്കിലും അത് തുന്നപ്പെട്ടതെന്ന് പറയാം. അതൊന്നും പാടുള്ളതല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോ ഈ മൂത്രത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പുരുഷൻ അങ്ങനെ ചെയ്താൽ അതിനാവശ്യമായ കതിർ മാത്രമേ എടുക്കാവുള്ളൂ. ഒരു സ്ഥലത്ത് ചെറിയൊരു മൂത്രം പ്രതിരോധിക്കാൻ അതും അതിനോട് പരിസരത്ത് കുറച്ച് സ്ഥലമല്ലേ വേണ്ടിയുള്ളൂ. അതേ സമയത്ത് ആ മൂത്രം പുറപ്പെടുന്ന ആ സാധനം മുഴുവനോട് പിടിച്ചു കെട്ടി എന്ന് വെക്കുക ആവശ്യമില്ലാതെ, എന്നാൽ ഇത് പറ്റുകയില്ല. അതിനാവശ്യമായ ഒരു കതിർ അവൻ തുന്നിപ്പിടിപ്പിച്ചു കെട്ടുകയോ അല്ലെങ്കിൽ ചുറ്റുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുകയോ ചെയ്താൽ
അത് മുഹറമാത്തുൽ ഇഹ്റാമിൽ പെട്ടതല്ല, അതുകൊണ്ട് കുറ്റമില്ല. അല്ലാഹു തആല അവന് അഫു ചെയ്തു കൊടുത്തിരിക്കുന്നു, അതിന് പിഴയും കൊടുക്കേണ്ടതില്ല. ബാക്കി ഇപ്പൊ മുറിവുകളോ മറ്റ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് വെച്ച് കെട്ടിയാൽ അതിന് പിഴ കൊടുക്കേണ്ടതാകുന്നു. ഇതാണ് ആ വിഷയത്തിലുള്ളതായ വിധി. മനഃപൂർവ്വം ചെയ്താലും കുറ്റക്കാരനാവുന്നു, ആവശ്യത്തിന് വേണ്ടി ചെയ്താൽ കുറ്റത്തിൽ നിന്ന് അവൻ സലാമത്താവുകയും ചെയ്യുന്നു. അപ്പോ പുരുഷന്മാർക്ക് തുന്നപ്പെട്ട ഡ്രസ്സുകൾ ഒന്നും ധരിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ശരീരത്തിൽ നാം പുതച്ചതായിരിക്കുന്ന മേൽത്തട്ടം രിദാ തട്ടം കൊണ്ട് ശരീരത്തിലാകെ മൂടൽ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ മൂടിയാൽ അത് എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞ് കീഴ്പോട്ട് ഇറങ്ങിപ്പോവുകയോ പാറിപ്പോവുകയോ ചെയ്യുന്നുവെന്ന് ചില പിന്നുകളെ കൊണ്ട് കൂട്ടിക്കെട്ടുകയോ അല്ലെങ്കിൽ മുള്ളുപോലത്തെ കുത്തിവെക്കുകയോ ചെയ്യുക അതും പാടുള്ളതല്ല. എന്നാൽ അതിൻ്റെ തല പിടിച്ച് കെട്ടാൻ പറ്റുകയോ അതും പറ്റുകയില്ല. ഇതെല്ലാം നാം ഇവിടുന്ന് വിട്ടാൽ ഹറമിലെത്തിയ ധാരാളം ആളുകൾ അങ്ങനെ ചെയ്തു വെച്ച് ശരിക്ക് കുറെ ഈ പിന്ന് മുട്ടുസൂചി എന്ന് പറയുന്ന പിന്നുകളെ കൊണ്ട് സൈഡിൽ ആകെ പിടിപ്പിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഒഴിവാൻ കാണാം. അവരുടെ മദ്ഹബ് എന്താണ്, അവരുടെ ആശയങ്ങൾ എന്താണെന്ന് നമുക്കറിയുകയില്ല. ഞാൻ ഈ പറയുന്ന മദ്ഹബുകൾ മുഴുവൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൂർണ്ണമായ ഖിലാഫില്ലാത്ത അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോ അത് പറ്റുകയില്ല, നിഷിദ്ധമാണ്. തട്ടം കുത്തിവെക്കുക, തട്ടം കെട്ടിവെക്കുക, അതുപോലെ തന്നെ ഉടുത്തതായിരിക്കുന്ന ഈ ഉടുമുണ്ട് അതിന്റെ 2 തലകൾ പിന്നിലേക്കോ ഈ സൈഡിലേക്കോ പിടിച്ചിട്ട് 2 തലകൾ കൂട്ടിക്കെട്ടുക അതും പറ്റുകയില്ല. പിന്നെന്താ തുണി നമ്മൾ അഴിച്ചതിങ്ങനെ ഉരിഞ്ഞ് ഇറങ്ങിപ്പോവല്ലോ, അത് ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മരയിൽ നമ്മൾ കെട്ടുക, ചരട് കെട്ടാം, ബെൽറ്റ് കെട്ടാം, അതിനൊന്നും യാതൊരു വിരോധമില്ല. ബെൽറ്റ് കെട്ടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൽ മറ്റു മദ്ഹബിൽ ഖിലാഫ് ഉണ്ടെങ്കിലും ഷാഫി മദ്ഹബ് പ്രകാരം ഖിലാഫില്ല. ഇഹ്റാമിന് വേണ്ടി ഒരു പട്ട തന്നെ അവിടെ എല്ലാം ഉപയോഗിക്കുന്നു. ഇഹ്റാം കെട്ടുന്ന പള്ളിന്റെ പരിസരങ്ങളിലും പരിശുദ്ധമായ മക്കായിലും മദീനായിലും ഒക്കെ ഉപയോഗിക്കുന്നു. ഒരു വെള്ളപ്പട്ട, അതിൽ പൈസ വെക്കാൻ പേഴ്സുകൾ സൈഡിലെല്ലാം ഉണ്ട്, അറകളുണ്ട്, അതിൽ പൈസ വെക്കാം. കുറഞ്ഞ വില കൊടുത്താൽ അത് വാങ്ങി കെട്ടിക്കഴിഞ്ഞതിന് ശേഷമായി ഉപേക്ഷിക്കുന്നതും കാണാം. അതേ സമയത്ത് ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ നല്ല പട്ട വാങ്ങി, സിംഗപ്പൂരിന്റെ പട്ട വാങ്ങി കെട്ടി അതെല്ലാം പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന അതിന് വിരോധമില്ല. അപ്പൊ വസ്ത്രം അഴിഞ്ഞു പോകുന്നതിന് പിടിച്ച് കെട്ടേണ്ടതില്ല എന്നർത്ഥം. കെട്ടിയാൽ തുന്നപ്പെട്ട ഡ്രസ്സ് ഇഹ്റാമിന്റെ വേളയിൽ ധരിക്കുക എന്നുള്ളത് വരും. ഇഹ്റാമിന്റെ സമയത്ത് ഇപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം തുന്നപ്പെട്ടതായ ഡ്രസ്സുകളൊന്നും ധരിക്കരുത്. സ്ത്രീ ആണെങ്കിൽ അവളുടെ എല്ലാ ശരീരങ്ങളും മറക്കാൻ പറ്റാവുന്ന എന്തെല്ലാം തുന്നപ്പെട്ട ഡ്രസ്സുകളുണ്ടോ അത് മുഴുവനും അവൾക്ക് ധരിക്കാം. അവൾക്ക് കാര്യമായി ശ്രദ്ധിക്കാനുള്ളത് അവളുടെ മുഖം മറഞ്ഞു പോവുക എന്നുള്ളതാണ്. അതേ സമയത്ത് മറ്റുള്ള ആളുകളുടെ ദൃഷ്ടിയിൽപ്പെടുന്നതിന് മറക്കാനുള്ളതായ മാധ്യമങ്ങളും നമ്മൾ പറഞ്ഞു. പിന്നെ സുഗന്ധ സാധനം ഉപയോഗിക്കുക എന്നുള്ളത് ശരീരം, വസ്ത്രം, അതുപോലെ തന്നെ നാം കിടക്കുന്ന സ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇവളൊന്നും സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുകയില്ല. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ സുഗന്ധ സാധനം ഭക്ഷണത്തിലേക്ക് എന്ത് ചെയ്യുന്നതാണ്, ചേർത്തിട്ട് ഭക്ഷണത്തിൽ സുഗന്ധം ഉണ്ടാകാൻ വേണ്ടി ചേർന്നതാണ്. അത് ആ ഭക്ഷണത്തോടുകൂടെ നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞതിന് ശേഷമായി ശരീരത്തിൽ അതിന്റെ വാസന അവശേഷിക്കാത്ത രൂപത്തിലാണ് ഇനി കഴിക്കാം. അതുപോലെ അതിൽ വാസനയുള്ളത് മാത്രം കണ്ട് ഊറ്റിയെടുത്തുകൊണ്ടിട്ട് വല്ല എണ്ണ പോലെയുള്ള സാധനങ്ങളൊക്കെ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. പഴങ്ങളുടേതായിരിക്കുന്ന വാസനകളും നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. മുറി അത് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ കെട്ടിത്തുനിയവനാവും. മുമ്പ് കെട്ടിയതായിരിക്കുന്ന മുറി ഇഹ്റാമിലേക്ക് പ്രവേശിച്ചപ്പോഴും ആ കെട്ട് നിലവിലുണ്ടായി. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എന്താ യതജറദൂന, അവൻ ഒഴിവാക്കി വെക്കണം, മാറ്റി വെക്കണം. എന്തിനെ തൊട്ട്? അനിൽ ലിബാസി, ചില ലിബാസുകളെ തൊട്ട്. അല്ലതീ യഹ്റുമു അലൽ മുഹരിമീന, മുഹരിമിനിക്ക് ഇഹ്റാമിന്റെ വേളയിൽ പാടില്ലാത്തതിനൊക്കെ എന്ത് ചെയ്യണം, അവന് ഒഴിവാവണമെന്നാ. അപ്പൊ ഇതിന്ന് ഒഴിവാൻ പറ്റിയ മുറിയുടെ കെട്ടായത് കൊണ്ട് അപ്പൊ എന്ത് ചെയ്യുന്നതാണ്, ഇഹ്റാമിന്റെ സമയത്ത് ഉപയോഗിച്ചതായ ഒരു ഹുക്കുമാണ് അതിനുള്ളത്, വിധിയാണുള്ളത്, കുറ്റമുണ്ടാവുകയില്ല. പിന്നെ അപ്പോ ത്വയ്ബ് ഉപയോഗിക്കുക, സോപ്പ് തെച്ച് കുളിക്കുക. സോപ്പ് വാസനക്ക് വേണ്ടിയിട്ടുള്ള സോപ്പാണോ തേക്കുന്നത്? അതല്ല. വാസനയില്ലാത്ത സോപ്പാണ് തേക്കുന്നത്? അതല്ല. ഈ സോപ്പ് തേച്ചതോടുകൂടെ ആ കുളി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാസന അവശേഷിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? കുളി കഴിഞ്ഞാൽ ഉണ്ടാവോ? കുളി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാസനയുള്ള സോപ്പാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. സോപ്പ് അവിടൊക്കെ ഈ സമയങ്ങളിൽ ഇഹ്റാമിനോട് ബന്ധപ്പെടുന്ന പള്ളികളിലും മറ്റു സ്ഥലത്തൊക്കെ വാസന ഇല്ലാത്തൊരു സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. മേടിക്കാൻ കിട്ടും, ഇവിടെ കിട്ടൂല്ലേ? അത് ഏറ്റവും നല്ലതാണ്. എന്നാ പിന്നെ ആ ഖിലാഫിൽ ഒഴിവാവുക. അതുപോലെ വായിലൊക്കെ വാസന അവശേഷിക്കുന്ന പേസ്റ്റുകളൊക്കെ ഉപയോഗിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കണം. പേസ്റ്റ് ഉപയോഗിക്കുന്നത് വാസനയ്ക്ക് വേണ്ടിയല്ലേ, വായിൽ സുഗന്ധ വാസന ഉണ്ടാവാനും വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു മരുന്നായതോടുകൂടെ
ഇതും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വാസന ഇത് കഴിഞ്ഞാൽ വീണ്ടും അത് കഴുകി കളഞ്ഞാൽ പോവാത്ത വാസന അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്തിമാലു ത്വയ്യിബിന്റെ ഇനത്തിൽപ്പെടുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഞാൻ പറഞ്ഞല്ലോ ചരട് കെട്ടാം, ബെൽറ്റ് കെട്ടാം എന്ന്. ആദ്യം ചരടാ പറഞ്ഞത്. ചരട് കെട്ടാം, അതുപോലെ ചരട് കെട്ടാൻ പറ്റുമെങ്കിൽ ബെൽറ്റിന്റെ കാര്യം പറയാനില്ല. അപ്പൊ ഉടുത്തതായിരിക്കുന്ന ഉടുമുണ്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചരട് കൊണ്ട് മുറുക്കി കെട്ടുകയോ അതല്ലെങ്കിൽ ബെൽറ്റ് കെട്ടി അതിനെ ഉറപ്പിക്കുകയോ ചെയ്യാം. പിന്നെന്താ പറഞ്ഞ് ഉളി കഴിഞ്ഞെന്താ ചീകല? ഉളി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചീകലൊന്നുമില്ല. തോർത്തുന്ന സമയം വെള്ളം എന്ത് ചെയ്യുക, ശരിക്ക് കൈകൊണ്ടൊക്കെ തുടച്ച് വെള്ളം നീക്കി കളയാ. അതല്ലെങ്കിൽ തലയിൽ തട്ടമോ ഈ തലയിൽ തോർത്തുണ്ട് അതുപോലെ ക്ലീനിക്സ് പോലെയുള്ള തലയിൽ വെച്ച് അമർത്തി തോർത്തിയാൽ തലമറച്ചവനാകുന്നു, കുറ്റത്തിൽപ്പെടുകയാണ്. അതേ സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു, കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കും പോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അതിനേക്കാളും ഏറ്റവും നല്ലത് അവന് തല നനച്ച് കുളിക്കാതിരിക്കലും കൂടിയാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുടി പോകുമെന്ന് കണ്ടാൽ അവൻ കുളിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ കാനാഫുവല, അതാണ് അവനെ സംബന്ധിച്ച് നല്ല. ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് വൽ ഹാജു അശ്വസു അഖബറു എന്ന് പറയാൻ കാരണം. അതേ സമയത്ത് തല നനക്കൽ നിർബന്ധമായ കുളികളൊക്കെ വന്നാലോ അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. മുടി പോകാതിരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അതോടുകൂടെ തന്നെയാണ് തലമറച്ചവനാവാതിരിക്കുകയും ചെയ്യാം. അപ്പോ ഈ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ ഏറാൻ ചെയ്തതിന് ശേഷമായിട്ട് ബിരിയാണി അതുപോലെ നെയ്ച്ചോറ് പോലെയുള്ള ഭക്ഷണം കഴിക്കും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഇനി വരാനുണ്ട്. അപ്പൊ സുഗന്ധത്തിന്റെ പുറമെ ഇനി പറയാൻ പോകുന്നത് ഇസാലത്തു ശരി വല്ലഫിരി, പിന്നെ മുടി നഖം നീക്കുക. അത് നമ്മൾ പറഞ്ഞു, അത് വെട്ടി നീക്കിയാലുമുള്ള പറിച്ചു നീക്കിയാലുമുള്ള എങ്ങനെ നീക്കിയായിരുന്നാലും മുഹരിമിനെ സംബന്ധിച്ച് അതിൽ ആണും പെണ്ണും എല്ലാം സമന്മാരാകുന്നു. വളരെ കുറ്റകരമായ ഒരു കാര്യമാകുന്നു മുടി നീക്കുക എന്നുള്ളത്. ആ മുടിക്ക് പിന്നെ ഒരു മുടി പോകുമ്പോൾ അതിന് ഒരു നോമ്പ് നോൽക്കാൻ ബാധ്യസ്ഥനാകുന്നു. അതല്ലെങ്കിൽ ഒരു മുദ്ദ് ഏകദേശം 750ഓളം വരുന്ന ഗ്രാമുകൾ അരി വാങ്ങി സാധുക്കൾക്ക് സർത്ത് ചെയ്യേണ്ടി വരും ഒരു രോമം പോയാൽ. അങ്ങനെ കുറെ രോമങ്ങൾ പോയാൽ അതിന്റെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നു. അതേ സമയത്ത് ഒരു സമയത്ത് 3 എണ്ണം ഒന്നിച്ചു പോവുകയാണെങ്കിലോ അതിന്റെ ഒരു ആടിനെ അറുത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നു. അതല്ലെങ്കിൽ 3 ദിവസം നോമ്പ് തോൽക്കുക. അതല്ലെങ്കിൽ ഹറമിലുള്ളതായിരിക്കുന്ന മസാക്കിന് 6 മിസ്കിന്മാർക്ക് ഏകദേശം 7.5 കിലോ വരുന്ന അരി വാങ്ങി സദഖ ചെയ്യേണ്ടതാകുന്നു. അതിനെക്കുറിച്ച് ഇനി പറയുന്നുണ്ട്. അതൊന്നുമല്ല നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം, അതൊക്കെ അങ്ങനെ കൊടുത്താലും വേണ്ടില്ല. ഇത് മനഃപൂർവ്വമാണോ സംഭവിച്ചതെങ്കിൽ നമ്മുടെ ഹജ്ജ് അത് മഖ്ബൂലും മബ്റൂറും ആവുക എന്ന് പറയുന്ന 2 സ്ഥാനത്തിൽ നിന്ന് അത് ഒഴിവായി പോകുന്നു. അതാണ് നമുക്ക് ഏറ്റവും പേടിക്കാനുള്ളത്. അത് നമ്മൾ പറഞ്ഞല്ലോ, ഉറങ്ങാൻ കിടന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചാലേ പോവുള്ളൂ എന്ന് ഞാൻ ഇന്നലെ പറയൽ തുടങ്ങിയതാ. വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ചോദിക്കാനും ശ്രദ്ധിക്കാനുമാണ്. ചോദിക്കണം. അപ്പൊ മനസ്സിലായി. ഇന്നലെ പറഞ്ഞത് ശരിക്കും മനസ്സിലായിട്ടില്ല. കിടന്നുറങ്ങിയിട്ട് എന്തെങ്കിലും എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരുപാട് രോമങ്ങൾ അവന്റെ പായയിലും അവന്റെ വിരിപ്പിലും ഒക്കെ ഉണ്ടായി. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്, മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അതിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഉളു ചെയ്യുന്ന സമയത്തോ കുളിക്കുന്ന സമയത്തോ സാധാരണ ക്രമത്തിലുള്ള ചെറിയതായിരിക്കുന്ന സ്പീഡ് കൂടാതെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോൾ കുറെ രോമങ്ങൾ അവിടെ പോയി. അതിനൊന്നും ചെയ്യേണ്ടതില്ല. കാരണം ആ രോമം പോകേണ്ടതിലേക്കുള്ള പ്രവർത്തനം അവൻ നടത്തിയിട്ടില്ല. അവൻ തല കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചു, അല്ലെങ്കിൽ മുഖം കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പോയാൽ ഒന്നും അവൻ ചെയ്യേണ്ടതില്ല. അത് കുറ്റക്കാരനാവുകയും ചെയ്യില്ല. എത്ര ഒടിവാലും വേണ്ടതില്ല. നമ്മൾ മനഃപൂർവ്വമായി തല വരച്ച് കഴുകിയത് കൊണ്ടോ താടി വരച്ചതുകൊണ്ടോ ശരീരത്തിൽ വരച്ച് കഴുകിയപ്പോൾ കുറെ രോമങ്ങൾ പോയി. അത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അതിന്റെ എണ്ണങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഒന്നിലധികം 3 മുടി ഒന്നിച്ചു പോയി അല്ലെങ്കിൽ 3-ൽ കൂടുതലായി ഒരേ സമയത്ത് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആടിനറുത്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ 6 മിസ്കിന്മാർക്ക് ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ടതായ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയോ അതല്ലെങ്കിൽ 3 നോമ്പ് നോൽക്കുകയോ ചെയ്യണം. എന്നാൽ മാത്രമേ അവന്റെ ഹജ്ജ് മഖ്ബൂലാവുകയുള്ളൂ, അവനിൽ വന്നതായ കുറ്റം അത് മാപ്പാക്കപ്പെടുകയുള്ളൂ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഓരോന്നോരാന്ന് പോയാലുള്ളതായ വിധി വേറെയാണ്. 3-ൽ കൂടുതലോ ഒരു സമയത്ത് പോയി, അത് 3 സ്ഥലത്തിൽ നിന്നാണ് പോയതെങ്കിലും 3 വിധിയാണ് അതിനുള്ളത്. അപ്പൊ 3 ആടിനറുത്ത് കൊടുക്കേണ്ട വിധി വരും, 9 നോമ്പ് നോൽക്കേണ്ടതായ വിധി വരും. അതുപോലെ തന്നെയാണ് 18 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട വിധി. തലയിൽ നിന്നും പോയി, താടിയിൽ നിന്ന് വേറെ പോയി, ശരീരത്തിന്റെ നെഞ്ചിൽ നിന്ന് വേറെ പോയി, ഇനി കാലിൽ നിന്ന് വേറെ പോയി. ഇങ്ങനെ ഓരോ മഹല്ലുകൾക്കും ഓരോ വിധികളാകുന്നു. ഇതാണ് ഇഹ്റാം എന്ന് പറയപ്പെടുന്ന വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. ശ്രദ്ധിക്കുന്നവർക്ക് രോമങ്ങൾ സാധാരണ കൊഴിഞ്ഞു പോകുന്ന ആളെന്ത് ചെയ്തു, അയാൾക്കറിയാം ശരീരത്തിൽ വരച്ച് കഴുകണമെന്ന് നിർബന്ധമുണ്ട്, മുടികൾ കൊഴിഞ്ഞു പോകുമെന്നും അറിയാം. അപ്പൊ അയാൾ എന്ത് ചെയ്യും, രാത്രി ബാത്റൂമിലൊക്കെ കടന്ന് ലൈറ്റൊക്കെ ഓഫാക്കി ശരിക്കും തേച്ച് വെച്ച് കുളിച്ച് പുറത്ത് ഒറ്റ രോമം പോയിട്ടില്ല. കണ്ടില്ല ആള്, ഇത് ശ്രദ്ധപ്പെട്ടില്ലല്ലോ.
ഈ വക സൂത്രങ്ങളും പരിപാടികളൊന്നും ഈ വിഷയത്തിൽ പറ്റുകയില്ല. എന്തിനു പോയി എന്ത് ചെയ്തു എന്നുള്ള കാര്യം സ്വയമായിട്ട് അവിടെ ചിന്തിക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇഹ്റാമിൽ എത്രത്തോളം സമയങ്ങൾ നീണ്ടു നിൽക്കുന്നോ അത്രത്തോളം ആ മനുഷ്യന് വലിയ വലിയ പദവികളാണുള്ളത്, ദർജകളാണുള്ളത് അള്ളാഹുവിന്റെ അടുക്കല്. അവന്റെ ദുആക്ക് മറ്റുള്ള സമയങ്ങളിലേക്കാണ് പരിഗണനയുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഈങ്ങിച്ചടച്ചതായ ഒരു വസ്ത്രവുമായിട്ട് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു. മുടി നീക്കാനോ താടി നീക്കാനോ അല്ലെങ്കിൽ നഖം മുറിക്കാനോ ഒന്നും പറ്റൂ